എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബോണസാണ്. പറയുന്ന പോലെ ഇത്ര ആൾക്കാരൊന്നും എനിക്ക് കിട്ടാറില്ല. അപ്പോൾ എനിക്ക് സന്തോഷമുണ്ട് എന്ന് ആദ്യം തന്നെ പറയട്ടെ. സാധാരണ ഞാനും മനസ്സിലും ക്യാമറയും മാത്രമായിട്ടാണ് തുടങ്ങാറ്. അപ്പോൾ അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട്. ആശിഷിന് ഒരു ഹോസ്പിറ്റൽ എമർജൻസി വന്നതുകൊണ്ടാണ് ഈ ഒരു വേഷം എനിക്ക് എടുത്തിടേണ്ടി വന്നത്. ഇന്നലെ രാത്രി ആണ് അത്, അതായത് വൈകുന്നേരം വരെ ആശിഷ് തയ്യാറായിരുന്നു. പക്ഷെ രാത്രിയാണ് ആശിഷ് അത് അതിൻ്റെ അസൗകര്യം അറിയിച്ചത്. അതുകൊണ്ട് ചെയ്യേണ്ടി വന്നു. എന്നാലും ഞാൻ മുമ്പേ പഠന ഭാഗമായി ചെയ്ത ഒരു വിഷയം തന്നെയാണ്. സ്ലൈഡുകൾ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ആലോചിച്ചൊന്നും പേരിടാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഞാനിവിടെ കൊണ്ടുവന്നങ്ങ് ഇത്രയും എനിക്ക് എഴുതാൻ പറ്റുള്ളൂ. അത് ഞാൻ അവിടെ വെച്ച് നിർത്തി. പിന്നെ ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര എല്ലാ കാര്യങ്ങളും പഠിച്ച് വിശദമായിട്ടല്ല, ഞാൻ ആ ഒരു പ്രത്യേക സമയത്തിനുള്ളിലും പ്രത്യേകമായിട്ടുള്ള ആളുകളെ വെച്ചിട്ടാണ് ഈ ഒരു പ്രസൻറ്റേഷൻ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഇത് ഞാൻ പറയാൻ ശ്രമിക്കുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത ഒരാളാണ് ലോഹിതദാസ്. അപ്പോൾ ലോഹിതദാസിനെ കുറിച്ച് ഇത് പറയാനുള്ളൊരു കാരണവും അതിൻ്റെ കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആരാണ് ലോഹിതദാസ് എന്നുള്ളതിന് നമുക്ക് വിക്കിപീഡിയ തരുന്ന ചില എന്താ പറയുക എഴുത്തുകളാണ്. ഞാൻ വായിക്കുന്നില്ല. ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 1955 ജൂണിൽ ജനിക്കുന്നു. അതുപോലെ തന്നെ 2007 അദ്ദേഹം നമ്മളെ വിട്ടു പോകുന്നത്. ചാലക്കുടിക്കകത്ത് മുരിങ്ങൂരിൽ അദ്ദേഹം ജനിച്ചു. അതിനുശേഷം ഒരുപാട് 89 ആദ്യത്തെ 89 ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ തിരക്കഥ പുറത്തേക്ക് വരുന്നത്. ഒരുപാട് സാമ്പത്തിക വിജയവും കൊമേഴ്സ്യൽ സക്സസും അതുപോലെ തന്നെ ക്രിട്ടിക്കൽ സക്സസും നേടിയ ഒരുപാട് ചിത്രങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 40ഓളം ചിത്രങ്ങൾ, ഏതാണ്ട് 20 കൊല്ലത്തിനിടയിൽ 40ഓളം ചിത്രങ്ങൾ. അപ്പോൾ ഒരു വർഷം ഏതാണ്ട് 2 സിനിമയോളം ചെയ്തിട്ടുണ്ടാവണം, തിരക്കഥ എഴുതിയിട്ടുണ്ടാവണം. ഏതാണ്ട് 12ഓളം സിനിമകൾ സംവിധാനം ചെയ്തു. ഏറ്റവും നല്ല കഥയ്ക്കുള്ള അവാർഡ് കിട്ടുന്ന ആദ്യത്തെ തിരക്കഥയ്ക്ക് തന്നെയാണ് തനിയാവർത്തനം. അപ്പം ഇങ്ങനെയുള്ള പിന്നെ ഭൂതക്കണ്ണാടിക്ക് ഏറ്റവും നല്ല നവാഗത സംവിധായകനുള്ള കേന്ദ്ര പുരസ്കാരം ലഭിക്കുന്നു. ക്രിട്ടിക്സ് അവാർഡ് ഒരുപാട് തവണ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ എന്താ പറയുക, കൊമേഴ്സ്യലി ആണെങ്കിലും ക്രിട്ടിക്കലി ആണെങ്കിലും വളരെ സക്സസ് ആയിട്ടുള്ള ഒരു റൈറ്റർ, ഡയറക്ടർ, ലിറിസ്റ്റ്, ഇങ്ങനെ പല രീതിയിൽ ലോഹിതദാസ് നമ്മളുടെ ഇടയിൽ നിന്നുണ്ട്. 2007 വരെ തീർച്ചയായിട്ടും നിന്നുണ്ട്. പക്ഷേ ഈ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന 40ഓളം സിനിമകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അപ്പം അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം എന്നുള്ള ഒരു ധാരണയിൽ കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അധികം സമയം കളയായിരിക്കാൻ ചിലപ്പോൾ ഞാൻ അതിലെ ചെറിയ ഭാഗങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ പ്രസൻറ്റേഷൻ ഞാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഞാൻ ഈ പ്രസൻറ്റേഷൻ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ല. എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണമെന്നില്ല. ഇത് ലോഹിതദാസ് തന്നെ പറഞ്ഞതായിട്ട് അനുശ്രീ മാധവൻ മാതൃഭൂമി ന്യൂസിൽ എഴുതിയതാണ് 2020 ജൂലൈ 1. ഇതിനുശേഷം ഇത് പലരും പറഞ്ഞിട്ടുണ്ട്. പലരും അംഗീകരിക്കാൻ മടിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നാൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് ലോഹിതദാസ് വിലയിരുത്തപ്പെടാൻ പോകുന്നത് ലോഹിതദാസിന്റെ മരണശേഷമാണ് എന്ന് ലോഹിതദാസ് തന്നെ പറഞ്ഞതായി അനുശ്രീ മാധവൻ ഈ പറഞ്ഞ ഡേറ്റിൽ മാതൃഭൂമിയിൽ എഴുതിയിട്ടുണ്ട്. ഇത് കൂടാതെ ഇത് തന്നെ പലപ്പോഴും നമ്മുടെ പല ആളുകളും ഇത് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഈയിടെ നടന്ന ഒരു ടെലിവിഷൻ പ്രോഗ്രാമിൽ അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനൊന്ന് വിലയിരുത്തുക എന്നുള്ളതാണ്. ഇത് സത്യമാണോ തെറ്റാണോ എന്നല്ല, ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് വിലയിരുത്തി നോക്കണം, ശരിയാണോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിനോടൊപ്പം ഞാൻ കണ്ടിട്ടുള്ള ഒരു വലിയ ഡിബേറ്റാണ് Is Lohitadas is the greatest screenwriter in Malayalam cinema? റെഡിറ്റിൽ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യന് ഇപ്പം നമുക്ക് സാധാരണ ആ ചോദ്യം തന്നെ ഇദ്ദേഹം ഗ്രേറ്റസ്റ്റ് ആണോ അല്ലയോ എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ഇതിൻ്റെ ഉത്തരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിരിക്കുന്നത് ഒന്നില്ലെങ്കിൽ ആണെന്ന് പറയാം, അല്ലെങ്കിൽ അല്ല എന്ന് പറയാം. പക്ഷേ അവിടെ പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യം ഐ വുഡ് റേറ്റ് MT ഹയർ എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ അതിൽ MT ആൻഡ് ശ്രീനിവാസൻ വേറൊരാളാണ്, പത്മരാജൻ.
MT അത് കഴിഞ്ഞിട്ട് ലോഹി. ഇങ്ങനെ ഒരു MT വേഴ്സസ് ലോഹി എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഇളയരാജ AR റഹ്മാൻ എന്നൊക്കെ പറയുന്ന ഒരു ഫൈറ്റ് പോലെ പലയിടത്തും ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. ഇത് സ്വാഭാവികമായിട്ട് പല ചർച്ചകളിലും വരുന്നതാണ്. MT എന്തുകൊണ്ട് ക്രിയേറ്റേഴ്സ് ആവുന്നു, അല്ലെങ്കിൽ MT എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ലോഹിദാസിന്റെ കഥകളുടെ പ്രശ്നം എന്താണ്, MTയുടെ കഥകളുടെ പ്രശ്നം എന്താണ്, ഇങ്ങനെ പലയിടത്തും പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ MT വേഴ്സസ് ലോഹിദാസ് എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായമല്ല. ഇത് പൊതുവെ നമ്മുടെ ഈ മണ്ഡലത്തിൽ നിൽക്കുന്ന എന്താ പറയാ, ഈ സിനിമ സംസാരങ്ങൾക്കിടയിലുള്ള ഒരു ഫൈറ്റാണ്, അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇതിനകത്തേക്ക് വരുന്നത്. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ശ്രമിക്കട്ടെ. ഞാനിവിടെ MTയുടെ ഈ രണ്ടും കൂടി ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് ആരാണ് ബെറ്റർ എന്ന് പറയാനല്ല ഇത് പറയുന്നത്, മറിച്ച് ലോഹിദാസിനെ വിലയിരുത്തുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ അതിനിടയിൽ ചിലപ്പോൾ MT കടന്നു വന്നേക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനോടൊപ്പം തന്നെ പറയുമ്പോൾ ലോഹിതദാസ് നമ്മളിൽ നിന്നും ഭയങ്കര വിഭിന്നനായ ഒരു മനുഷ്യനായിരുന്നു, ഉദാത്തനായിരുന്നു എന്നും ഞാൻ അവകാശപ്പെടുന്നേ ഇല്ല. വളരെ കൃത്യമായ സ്ത്രീവിരുദ്ധത എഴുതി വെച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ്. MT പറയുന്ന പോലെ നീയൊക്കെ ചിരിച്ചുകൊണ്ട് ചതിക്കും എന്നൊക്കെ എഴുതി വെക്കുന്നത് പോലെ തന്നെ MT എഴുതി വെക്കുന്ന പോലെ തന്നെ ഈ ലോഹിതദാസും തന്റെ സിനിമകളിൽ സ്ത്രീവിരുദ്ധതകൾ, ലോഹിതദാസിന്റെ സിനിമകളിൽ ധാരാളം സ്ത്രീവിരുദ്ധതകൾ നമുക്ക് കാണാൻ സാധിക്കും. മഹായാനത്തിലെ രാജമ്മ അല്ലെങ്കിൽ കന്മതത്തിലെ ഭാനു ഒക്കെ ഇതിന് ഇരകളായിട്ടുള്ള കഥാപാത്രങ്ങളാണ്. അതുപോലെ തന്നെ പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്നത് ഒരടി കൊടുത്ത് പെണ്ണിനൊന്ന് നന്നാക്കി എടുക്കുന്ന പരിപാടി ലോഹിദാസിന്റെ സിനിമകളിലും ഒരുപാടുണ്ട്. ആര്യങ്ങളുടെ വീട്ടില് വനജ എന്ന് പറയുന്ന, സുനന്ദ എന്ന് പറയുന്ന ബിന്ദു പണിക്കരുടെ ക്യാരക്ടറിനെ, അല്ലെങ്കിൽ വാത്സല്യത്തില് ശോഭ എന്ന് പറയുന്ന ആ ക്യാരക്ടറിനെയൊക്കെ ഒരടി കൊടുത്ത് അതോടുകൂടി സകല പ്രശ്നങ്ങൾ തീരുന്ന അത്തരം സ്ത്രീവിരുദ്ധത ഉള്ള കഥാപാത്രങ്ങളെ തന്നെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ലോഹി. അത് നമ്മളെ എന്നെ പോലെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളെ പോലെയൊക്കെ തന്നെ സ്ത്രീവിരുദ്ധതയുള്ള ഒരു 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫെമിനിസ്റ്റ് ഒന്നും ആയിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൂടിയാണ്. ഇതാണ് ഞാൻ ലോഹിദാസിന്റെ ഒരു വിമർശനമായി പലപ്പോഴും ഉയർത്തി കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിനെ ഞാൻ അഡ്രസ് ചെയ്യുന്നത്. പക്ഷെ അത് സത്യവുമാണ് എന്നാണ് എൻ്റെ പക്ഷം. ഇതിന് പിന്നീട് ഈ തല്ലിന് ഇപ്പൊ ഈ മഹായാനം എന്ന് പറയുന്ന ഒരു സിനിമയിൽ സീമയാണ് അഭിനയിക്കുന്നത്, സീമയാണ് രാജമ്മയുടെ അഭിനയിക്കുന്നത്, അല്ലെങ്കിൽ ഭാനു എന്ന് പറയുന്ന മഞ്ജു വാര്യർ അഭിനയിക്കുന്ന കന്മതത്തിലെ കഥാപാത്രത്തിനെയൊക്കെ ഒരു പ്രത്യേക ഘട്ടത്തില് അതിലെ നായക കഥാപാത്രം കടന്നു പിടിച്ച് ചുംബിച്ച് കഴിയുമ്പോൾ പിന്നെ അവർ വെറും പെണ്ണുങ്ങളായങ്ങൾ മാറുകയാണ്. പിന്നെ അടുത്ത ദിവസം വന്ന് ഈ രാജമ്മ, ഭയങ്കര പവർഫുൾ ആയിട്ടിരിക്കുന്ന രാജമ്മ അടുത്ത ദിവസം വന്നിട്ട് എന്നെ ഉത്സവത്തിന് കൊണ്ടുപോകോ എന്നിങ്ങനെ വളരെ ലൈറ്റായിട്ട് ചോദിക്കുന്ന ഒരു രീതിയിലൊക്കെ അതിന്റെ തിരക്കഥ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അത്തരം സ്ത്രീവിരുദ്ധതകൾ അവിടെ ഉണ്ട്. 100% സ്ത്രീവിരുദ്ധനല്ലാത്ത ഒരു ഭയങ്കര മഹാനായ ഒരു വ്യക്തിയാണ് ലോഹി എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. പക്ഷെ ഇതൊരു വിമർശനമാണ് ലോഹിയെ കുറിച്ചുള്ളത്. അതുപോലെ തന്നെയുള്ള മറ്റൊരു വിമർശനമാണ് ഞാനിവിടെ എഴുതി കണ്ടത്. ഇത് ഞാൻ എഴുതി കണ്ടത് ഒരു ദളിത് പക്ഷത്തു നിന്ന് തന്നെയാണ്. ഒരു ദളിത് പക്ഷം എന്ന് പറയുന്ന ദളിത് പക്ഷത്തുള്ള ഒരാൾ ഷെയർ ചെയ്തതാണ്. എഴുതിയത് ആര്യ സുരേഷ് എന്ന് പറയുന്ന ഒരാളാണ്. അവരാരാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പൊ അവര് പറയുന്നത് ആ വാക്ക് ഞാൻ വായിക്കാം. നോൺ സവർണ ഡയറക്ടേഴ്സ് ആൻഡ് റൈറ്റേഴ്സ് ലൈക്ക് AK ലോഹിദാസ് ആൻഡ് ശ്രീനിവാസൻ ഹാവ് ഓൾസോ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദിസ് സവർണ അഡോറേഷൻ. നമുക്കറിയാവുന്ന കാര്യമാണ്. മലയാള സിനിമകളിൽ പ്രത്യേകിച്ച് ഒരു 80-90 കാലഘട്ടത്തിനിടയിൽ ഇതാണ് മെയിനായിട്ട് ലോഹിദാസിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 80കളുടെ അവസാനവും അതുപോലെ തന്നെ 2007 വരെയുള്ള കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ആ സമയത്ത് ഇറങ്ങിയിരുന്ന സിനിമകളുടെ ഒക്കെ മുഖ്യമായ ഒരു വിഷയം എന്ന് പറയുന്നത് സവർണ അഡോറേഷൻ. സവർണ നമുക്കറിയാം, ദേവാസുരവും നരസിംഹവും അതുപോലെ തന്നെ എന്താ പറയുക മേലെപ്പറമ്പിൽ ആൺവീടും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു സമയത്ത് ഒരു സവർണ കഥാപാത്രങ്ങളെ മാത്രം വെച്ച് സിനിമകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സമയത്താണ് ലോഹിദാസും ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ആര്യ സുരേഷ് ആരോപിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഹിതദാസും ശ്രീനിവാസനും ഇതേ സവർണ ആധിപത്യത്തെ അല്ലെങ്കിൽ സവർണതയെ പൊലിപ്പിച്ചുകൊണ്ടുള്ള സിനിമകൾ തന്നെയാണ് ചെയ്തത് എന്നാണ് ഇവർ ആരോപിക്കുന്നത്. ഇതിനെ ഒന്ന് പരിശോധിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ശ്രമിക്കുന്നത്. ആദ്യത്തെ പോർഷന്റെ വിമർശനം, സ്ത്രീവിരുദ്ധതയുണ്ട് എന്ന് പറയുന്ന വിമർശനത്തോട് ഞാൻ ഏതാണ്ട് യോജിക്കുന്നുണ്ട്.
പിന്നീട് ഈ കഥാപാത്രങ്ങൾക്ക് അങ്ങനെ ചെയ്യാനുള്ളതിന്റെ ന്യായീകരണം സ്ക്രിപ്റ്റിൽ തന്നെ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ടെങ്കിലും ആ ന്യായീകരണം ഞാൻ സ്വീകരിക്കുന്നില്ല. എനിവേ അത് വരുന്ന വഴിക്ക് പറയാം. അപ്പൊ ഇത്തരം സവർണ അഡോറേഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ സിനിമകൾ നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും, എല്ലാം ഒരു സവർണ ഗെയ്സിലുള്ള സിനിമകൾ തന്നെയാണ്. ഭരതമാണെങ്കിലും ഇൻസൈനസ് അബ്ദുള്ള ആണെങ്കിലും തനിയാവർത്തനമാണെങ്കിലും ഏത് സിനിമ എടുത്താലും നായന്മാരെ ചുറ്റിപ്പറ്റി അത് മലയാള സിനിമയുടെ ഒരു വലിയ ശാപമാണ് ഈ നായരുടെ കഥ പറയുക എന്നുള്ളത്. അത് എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്, അത് അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹം കുറേ അധികം കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് വെങ്കലത്തിലെ ഗോപാലൻ എന്ന് പറയുന്ന മുരളിയുടെ ഒരു മൂശാരിയാണ്. ചെമ്പിലരയൻ അച്ചൂട്ടി അമരത്തിലെ കഥാപാത്രം, അല്ലെങ്കിൽ വളയത്തിലെ ശ്രീധരൻ എന്ന് പറയുന്ന കഥാപാത്രം, അല്ലെങ്കിൽ മൃഗയിലെ വാറുണ്ണി എന്ന് പറയുന്ന കഥാപാത്രം. ഇത്തരം കഥാപാത്രങ്ങളൊക്കെ പൂർണ്ണമായ ഒരു സവർണ കഥാപാത്രങ്ങളാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഇതിനെ കാണുന്നത് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം അല്ലെങ്കിൽ ഈ പറയുന്ന അമ്പലത്തിൽ കർണാകരൻ ലോഹിതദാസ് എന്ന് പറയുന്ന AK ലോഹിതദാസ് അദ്ദേഹം ശ്രമിച്ചത് നിലനിൽക്കുന്ന വാണിജ്യ സിനിമയുടെ ചിട്ടവട്ടങ്ങൾക്കും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വളരെ പാരമ്പര്യബദ്ധമായ ഒരു സമൂഹത്തെ ആധുനികമായി വിമർശിക്കുക, പാരമ്പര്യമല്ലാത്ത ഒരു സമൂഹത്തിലേക്ക് വിഭാവനം ചെയ്യുന്നതായിട്ട് അദ്ദേഹം കാണുന്നുണ്ട്. അതായത് പാരമ്പര്യത്തിൽ നിന്നൊരു വിച്ഛേദനം അദ്ദേഹം അദ്ദേഹത്തിന്റെ സിനിമ തിരക്കഥകളിലും സിനിമകളിലൊക്കെ അദ്ദേഹം നടത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഈ കാലഘട്ടം ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഏതാണ്ട് 80കളുടെ അവസാനം 87-ലോ 88-ലോ എങ്ങാണ്ട് തന്നെ ആവർത്തനം ഉണ്ടാവുന്നത്. അതായത് 2007 വരെയുള്ള 20 വർഷക്കാലമാണ് അദ്ദേഹത്തിന്റെ കരിയർ എന്ന് പറയുന്നത്. ഈ കാലത്ത് നമുക്ക് ഇറങ്ങിയിരുന്ന പ്രധാനപ്പെട്ട ചില സിനിമയും അതിന്റെ സംവിധായകരും എന്ന് പറയുന്നത് പ്രിയദർശനും, തിരക്കഥാകൃത്തുക്കൾ എന്ന് പറയുന്നത് പ്രിയദർശനും, ടി ദാമോദരനും, MT യും പത്മരാജനും ഭരതനും ഒക്കെയാണ്. ഇവരായിരുന്നു ആ കാലത്തെ ടോപ്പ് എന്ന് പറയാവുന്ന ബ്രില്യൻസിന്റെ ആളുകൾ. അതുപോലെ തന്നെ അന്ന് ഉണ്ടായിരുന്ന മുഖ്യമായിട്ടുള്ള വിഷയങ്ങളെ നമ്മളൊന്ന് ക്രോഡീകരിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലായി കാണാവുന്ന ഒന്ന് സവർണ ദാരിദ്ര്യമായിരുന്നു. എല്ലാ സിനിമയിലും സവർണര് ദരിദ്രരായി കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അന്ന് മമ്മൂട്ടിയൊക്കെ കളിയാക്കിക്കൊണ്ട് തന്നെ ഒരു സംഗതി എന്തായിരുന്നു, പെട്ടി കുട്ടി മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടി എപ്പോഴും ഒരു പെട്ടിയും പിന്നെ അല്ലെങ്കിൽ ഒരു കുട്ടിയുമായി വന്നിട്ട് കുടുംബകഥ പറയുന്നു എന്നൊക്കെ ധാരാളം ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. പിന്നെയുള്ളൊരു സംഘമായിരുന്നു വേലയില്ലാ പട്ടധാരികൾ. ബിരുദമൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ ഒരു ജോലിയില്ല. ഇത് പറയും മുകേഷിന് പ്രായം വന്നതോടുകൂടി ഈ ഒരു വർഗം ഇല്ലാതെയായിപ്പോയി. കാരണം മുകേഷ് ആയിരുന്നു ഈ സിനിമകൾ മുഴുവൻ ചെയ്തുകൊണ്ടിരുന്നത്. ഈ കഥകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇതെന്താണ്, ഈ കഥയിൽ പുള്ളിക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാവും, ദാരിദ്ര്യം ഉണ്ടാവും, ജോലി ഉണ്ടാവില്ല, മുറപ്പെണ്ണുണ്ടാവും, മുറപ്പെണ്ണിനോട് സ്നേഹം ഉണ്ടാവും. അത് മുകേഷിന്റെ സിനിമകളിലേക്ക് വരുമ്പോൾ ആ സ്നേഹം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അയാൾ എന്തെങ്കിലും ഒരു കള്ളത്തരം കാണിക്കും. പിന്നെ ആ ചുറ്റിക്കളിയായിരിക്കും സിനിമ മുഴുവൻ. അവസാനം ഇത് കലങ്ങി തെളിയുന്നു, അയാൾക്ക് ആ ജോലി കിട്ടുന്നു, ആ പെണ്ണ് കിട്ടുന്നു, ഇതിലാണ് ഹാപ്പി എൻഡിങ് ആയി. ഇതാണ് പണ്ടത്തെ ഫീൽ ഗുഡ് മൂവി. അപ്പൊ ഈ വേലയില്ലാ പട്ടധാരികൾ എന്ന് പറയുന്ന ഒരു വലിയൊരു വിഭാഗം 80-കൾ 90-കളിൽ ഉണ്ടായിരുന്നു. ഇന്നത്തെ എത്ര പേർക്ക് അത് അറിയാൻ പറ്റുമെന്ന് അറിയില്ല, നമ്മളറിയാൻ പറ്റുമായിരിക്കും. ഇന്നത്തെ ആളുകൾക്ക് അത് മനസ്സിലായിരുന്നു വരില്ല. കാരണം ഒരു 2000-ന് ശേഷമൊക്കെ ഈ ജോലി എന്ന് പറയുന്നതിന്റെ കൺസെപ്റ്റ് മാറിയിട്ടുണ്ട്. മറ്റത് അങ്ങനെയല്ല, ഒരു ജോലി എന്തെങ്കിലും ചെയ്ത് അത്യാവശ്യമായിട്ട് ജോലി വേണം എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വേലയില്ലാ പട്ടധാരികൾ, അത് പ്രത്യേകിച്ചും ഈ മുറപ്പെണ്ണിനെ കല്യാണം കഴിക്കേണ്ടി വരുന്ന, ജോലി ഇല്ലാത്തതുകൊണ്ട് അത് കിട്ടാത്ത ഇഷ്ടംപോലെ സിനിമകൾ നിങ്ങൾ ചെപ്പ് ലക്കണ, ഞങ്ങാതി, ഷിപ്പായി ലഹള, ഇങ്ങനെ കുറേ മുകേഷിന്റെ സിനിമകളുണ്ടാവും. അതുപോലെ ജോലിയില്ലാത്ത നാടോടിക്കാറ്റ്, ഇതെല്ലാം ജോലിയില്ലാത്ത മനുഷ്യന്മാരുടെ കഥകളാണ്. അപ്പൊ ആ കാലത്ത് ജോലിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, സവർണ ദാരിദ്ര്യം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം സത്യമാണ്. അത് സത്യമല്ല എന്നല്ല പറയുന്നത്, പക്ഷെ അതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളതായിരുന്നു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് വേണം നമ്മൾ ലോഹിതദാസിനെ ഒന്ന് കാണാൻ എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ലോഹിതദാസ് എങ്ങനത്തെ സിനിമകൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഞാൻ കുറച്ച് സമയം കൊണ്ട് പറയാൻ ശ്രമിക്കുന്നത്. വലിയ സമയം എടുക്കില്ല എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ കരുതുന്നത്, ഞാൻ ചില പാറ്റേണുകൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്
അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെയുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. അതുകൊണ്ടാണ് അതിന് പേര് പോലും ഞാൻ കൊടുക്കാറുള്ളത്. ഈ ലോഹിദാസിന്റെ സിനിമകളിൽ ഞാൻ കണ്ടുവരുന്ന ഒരു സ്ഥിരം പാറ്റേൺ, എല്ലാ സിനിമകളിലും ഉണ്ടാവുന്ന ഒരു സ്ഥിരം പാറ്റേൺ എന്ന് പറയുന്നത് പാരമ്പര്യ വ്യവസ്ഥകളോടുള്ള ഒരു കലഹം നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. നിലനിൽക്കുന്ന പാരമ്പര്യ വ്യവസ്ഥകളോട് കാര്യമായി കലഹിക്കുന്ന ഒരു തീം എന്നും വർക്കൗട്ട് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ ഓരോ അതിൻ്റെ തീം അനുസരിച്ച് ഞാൻ പറഞ്ഞു. ഇപ്പോൾ തനിയാവർത്തനം എന്ന് പറയുന്നത് പാരമ്പര്യമായി ലഭിക്കുന്ന പ്രാന്ത് എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ്. നമുക്ക് ഇന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ തമാശ തോന്നും. പക്ഷെ എന്താണ്, ഒരു കുടുംബത്തിൽ പാരമ്പര്യമായി പ്രാന്ത് ലഭിക്കുന്നു. അങ്ങനെ ആ സമയത്ത് പ്രാന്തനായി നിൽക്കുന്ന ആൾ മരിച്ചു പോകുമ്പോൾ അടുത്തത് ആരാണ് എന്ന് ആളുകൾ നോക്കുന്ന സമയത്ത്, ആളുകൾ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിലെ അടുത്ത തലമുറയിൽപ്പെടുന്ന ഒരാൾക്ക് പ്രാന്തില്ലാതെ തന്നെ പ്രാന്തുണ്ടെന്ന് ആൾക്കാർ വിശ്വസിക്കുന്നു. അപ്പൊ ഇതിന്റെ ഒരു നിരർത്ഥകതയാണ് ആ സിനിമ മുഴുവൻ കാണിക്കുന്നത്. അവസാനം അതിന്റെ ആ ഒരു സംഘർഷത്തിൽപ്പെട്ട് ഇയാളെ സ്വന്തം അമ്മ വിഷം കൊടുത്ത് കൊല്ലുകയാണ് ചെയ്യുന്നത്. ഇതാണ് തനിയാവർത്തനത്തിന്റെ ഒരു ചെറിയ ഉള്ളടക്കം. ഞാനത് കണ്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഭ്രാന്ത് എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഒരു ഫിസിയോളജി അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളൊരു മനസ്സിന്റെ താളം തെറ്റലിനെ അതിനെ വളരെ പാരമ്പര്യവുമായി കണക്ട് ചെയ്യണം. അതൊരു ശാപം കൊണ്ടുണ്ടായേക്കണം എന്നുള്ളതാണ് അതിനകത്ത് പറയുന്ന ഒരു വലിയ കാര്യം. അപ്പോൾ അത് അങ്ങനെയല്ല, അല്ലെങ്കിൽ അത് ശരിയല്ല എന്നും അതിനെ സമൂഹമാണ് ഈ മനുഷ്യനെ ഭ്രാന്തനാക്കി തീർക്കുന്നതെന്നുള്ള ഒരു നരേഷനാണ് ഈ തനിയാവർത്തനത്തിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നത്. എനിക്കിതിൽ വളരെ രസകരമായി തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഈ പാരമ്പര്യം എന്ന് പറഞ്ഞ് ഇന്ന് നിങ്ങൾ ഒരു 2000-ന് ശേഷമൊക്കെയുള്ള ആളുകളോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അവർ പറയും, എൻ്റെ അച്ഛൻ്റെ അല്ലെങ്കിൽ എൻ്റെ മുത്തച്ഛൻ്റെ, നേരത്തെ പറഞ്ഞ പോലെ ഗൗതമം മഹർഷിയുടെ എന്നൊക്കെയുള്ള രീതിയിലുള്ള പാരമ്പര്യത്തെക്കുറിച്ച് പറയുന്നത്. പക്ഷേ ഈ തനിയാവർത്തനത്തിലെ ഭ്രാന്ത് അമ്മാവനിൽ നിന്നും മരുമകനിലേക്കാണ് പകരുന്നത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, അച്ഛനിൽ നിന്ന് വരുന്ന ശരി പാരമ്പര്യം, ഇത് അമ്മാവനിൽ നിന്ന് വരിക എന്ന് പറയുമ്പോൾ മരുമക്കത്തായും പിന്തുടരുന്ന പ്രാന്ത് എന്ന് പറയുന്നതിൻ്റെ ഒരു വളരെ എന്താ പറയുക, ഒരു മണ്ടത്തരമാണെന്ന് തന്നെ തോന്നിക്കാവുന്ന ഒരു സ്ക്രിപ്റ്റാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത്. സമാനമായിട്ട് ജാതകം എന്ന് പറയുന്ന ഒരു സിനിമ അദ്ദേഹം എഴുതുന്നുണ്ട്. ഈ ജാതകത്തിന്റെ തീം എന്ന് പറയുന്നതും ഏതാണ്ട് ഇതേപോലെ ജാതകത്തിൽ വിശ്വസിക്കുന്ന, അതായത് മൂത്ത മകൻ ഇത്രാമത്തെ വയസ്സിൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങനെ മരിച്ചു പോകുമ്പോൾ അച്ഛനും അമ്മയും ജാതക വിശ്വാസികളായി മാറുന്നു. പക്ഷേ ഇളയ മകന് വിശ്വാസമില്ല. ഇളയ മകനായിട്ട് അഭിനയിക്കുന്ന ജയറാമാണ്. ജയറാം ഒരു രജിസ്റ്റർ വിവാഹം കഴിക്കുന്നു. ഈ രജിസ്റ്റർ വിവാഹം കഴിയുമ്പോൾ വീണ്ടും ജാതകം നോക്കും. ജാതകം നോക്കുമ്പോൾ ഈ വിവാഹം കഴിച്ച പെണ്ണ് 1 വർഷത്തിനുള്ളിൽ മരിക്കുമെന്ന് ജാതകവശാൽ തെളിയും. അതുപോലെ സംഭവിക്കും. അതോടുകൂടി ഈ ജയറാമും ജാതക വിശ്വാസിയായി മാറും. പിന്നീട് ഇയാൾ രണ്ടാമത് വീണ്ടും വിവാഹം കഴിക്കും. അപ്പോൾ ഈ വിവാഹം കഴിക്കുന്ന പെണ്ണിന് ജാതകം എന്തോ ടൈം പറയുന്നതും, ഒരു ടൈം നോക്കി ജാതകം നോക്കി ചേരണ്ടെന്ന് പറഞ്ഞിട്ടാണ് വിവാഹം കഴിക്കുന്നത്. പക്ഷെ പിന്നീട് അറിയുന്നു ഈ ജാതകം തെറ്റാണെന്ന്. അതോടുകൂടി ഈ പെണ്ണ് ഭയങ്കര പ്രശ്നമാകുന്നു, ഡിവോഴ്സ് ചെയ്യണം. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഈ സ്ത്രീയുടെ, ഈ പെണ്ണിന് രണ്ടാമത് കല്യാണം കഴിക്കുന്നത് സിതാരയാണ് അഭിനയിക്കുന്നത്. ഈ സിതാരയുടെ ചേട്ടനായിട്ടുള്ള സുകുമാരനാണ് അത് അഭിനയിച്ചത്. അപ്പൊ സുകുമാരൻ വന്ന് തെളിയിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഈ ആദ്യത്തെ ഭാര്യ 1 കൊല്ലത്തിനുള്ളിൽ മരിക്കുന്നത് ആക്ച്വലി ഈ അച്ഛൻ്റെ അന്ധവിശ്വാസം മൂലമുള്ള ഇടപെടൽ കൊണ്ടാണ് എന്നാണ് പറയുന്നത്. അത് സ്വന്തം മകനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അന്ധവിശ്വാസം കൊണ്ടാണ് ഈ സ്ത്രീയെ അയാൾ കൊല്ലുന്നത് എന്നാണ് അവസാനം തെളിയുന്നത്. അപ്പോൾ ഇതൊരു പ്രത്യേക രീതിയിൽ അതിനെ കളിയാക്കുന്ന, അല്ലെങ്കിൽ ആ ജാതകത്തിന്റെ വളരെ സട്ടിലായിട്ട് ഈ ജാതകത്തിന്റെ അന്ധവിശ്വാസത്തെയൊക്കെ കളിയാക്കുന്ന രീതിയിലാണ് ഈ സിനിമ. അതായത് നമുക്ക് അപ്പോൾ പോലും മനസ്സിലാവുന്നില്ല. ഏറ്റവും അവസാനമാണ് നമുക്ക് ഇതിന്റെ ഒരു എന്താ പറയുക, ഈ ജാതക അന്ധവിശ്വാസത്തെയൊക്കെ അത് ചോദ്യം ചെയ്യുന്ന ഒരു സിനിമ ആയിട്ട് ഇത് പരിണമിക്കുന്ന ഏറ്റവും അവസാനമാണ്. അപ്പൊ ഇതിനകത്തുള്ളൊരു ഒരു പ്രത്യേകമായിട്ട് എനിക്ക് തോന്നുന്നത്, പ്രത്യേകം എന്ന് വെച്ചാൽ ആ സിനിമയുമായി ബന്ധപ്പെട്ട ഈ ജാതകം ഇറങ്ങുന്നത് 89-ലാണ്. അതേസമയം 93-ൽ ഇറങ്ങുന്ന ഒരു സിനിമയുണ്ട് പൈതൃകം. ഈ പൈതൃകം എന്ന് പറയുന്ന ഒരു ഭീകരമായ സിനിമയാണ്. കാരണം അതുവരെ എന്താണ്, ഈ യുക്തിവാദിയായി നടക്കുന്ന, വിശ്വാസമൊന്നുമില്ലാതെ നടക്കുന്ന ഒരാള് ഒരിത്തിരി തിരിയുടെ പുക പോയി 2 തുള്ളി വെള്ളം മേത്തേക്ക് വീഴുമ്പോൾ സുരേഷ് ഗോപിയുടെ കഥ, സോമദത്തൻ എന്ന് പറയുന്ന കഥാപാത്രം പിന്നെ അവസാനം അരണി കടയാണ്. അത് എന്താ പറയാ, അങ്ങനെ വിഭാവനം ചെയ്യുന്ന കാലത്താണ് ലോഹിദാസ് ഈ ജാതകത്തെ എതിർത്തുകൊണ്ടുള്ള, അല്ലെങ്കിൽ അതൊരു അന്ധവിശ്വാസമാണെന്ന്
ഞാൻ പറഞ്ഞില്ലേ വളരെ ലൗഡായിട്ടല്ല പല സിനിമകളിലും പല കാര്യങ്ങളും പറയുന്നത്, വളരെ സട്ടിലായിട്ടാണ് പറയുന്നത്. അതുപോലെ മാലയോഗം, ഒരേ സമയം തൊഴിലില്ലാത്ത രണ്ട് ചെറുപ്പക്കാരും അവരനുഭവിക്കേണ്ടി വരുന്ന സ്ത്രീധന പ്രശ്നങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്നൊരു സിനിമയാണ് മാലയോഗം എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് വളരെ പോപ്പുലറായി ഓടിക്കൊണ്ടിരിക്കുന്ന പൊന്മാൻ എടുക്കുകയാണെങ്കിലും നമുക്ക് ഇതേ കാര്യങ്ങളാണ്. പക്ഷെ രണ്ട് പണിയുള്ള ആളാണ്. ഒരു ചെമ്മീൻ കെട്ടുകാരനും ഒരു എന്താ പറയുക ഒരു ഗോൾഡ് വെക്കുന്നതാണ്. പക്ഷെ അതിൽ നിന്ന് എത്ര വ്യത്യസ്തമായിട്ടാണ് ഈ മാലയോഗം എന്ന് പറയുന്ന വളരെ റിയാലിറ്റിക് ആയിട്ടുള്ള ഒരു ഈ ഞാൻ പൊന്മാനെ കുറിച്ച് ഒന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ അത് വളരെ കൃത്യമായി ഒരു മെയിൽ ഡോമിനൻസ് അതിനകത്ത് നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് കാണാതെ വളരെ കൂളായിട്ട് അവർക്ക് പോയി പണിയെടുത്ത് സ്വന്തമായി സ്വർണം ഉണ്ടാക്കിയാൽ എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരെ നമുക്ക് ഇന്നും കാണാം. ആ കാലഘട്ടത്തിലാണ് ഈ മാലയോഗം എന്നൊക്കെ പറയുന്ന ഒരു സിനിമ വരുന്നത്. സസ്നേഹം പറയുന്നത് തന്നെ രണ്ട് വ്യത്യസ്ത മതത്തിൽപ്പെട്ട രണ്ടാളുകൾ വിവാഹം കഴിക്കുകയും അവരുടെ ജീവിതത്തിലേക്ക് അവരുടെ മതങ്ങളും ആചാരങ്ങളും കയറി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ്. ആധാരം, സവർണ ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു കാര്യത്തെ വളരെ ഭംഗിയായിട്ട് പിക്ചറൈസ് ചെയ്തിട്ടുള്ള, ഭംഗി എന്നല്ല ഞാൻ പറയണത്, അതിന്റെ യാഥാർത്ഥ്യത്തിൽ പിക്ചറൈസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ആധാരം എന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ വെങ്കലം എന്ന് പറയുന്ന ഒരു സിനിമ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതില് ഒരു ജാത്യാചാരത്തെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. മൂശാരിമാരിലെ സഹോദരന്മാർക്ക് രണ്ടുപേർക്ക് ഉണ്ടെങ്കിൽ രണ്ടുപേർക്കും കൂടി ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഭാര്യ എന്ന് പറയുന്ന ആ സമ്പ്രദായത്തെ ആധുനികതാ വിമർശനങ്ങൾ കൊണ്ട് നേരിടുകയാണ് ചെയ്യുന്നത്. വെങ്കലത്തിലെ പ്രശ്നമായി കാണിക്കുന്നത് എന്താണ്? അവരാഗ്രഹിക്കാതെ തന്നെ ഈ സഹോദരന്മാർക്ക് രണ്ട് ഭാര്യ എന്ന് പറയുന്ന ഈ ജാത്യാചാരത്തെ അവരുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമായിട്ടാണ് ഈ വെങ്കലത്തിലെ ജാത്യാചാരത്തെ എടുത്തു വെക്കുന്നത്. അതുപോലെ നമ്മളുടെ മുഴുവൻ നിലനിൽക്കുന്ന സങ്കല്പത്തെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു പ്രമേയമാണ് ദശരഥം, പാഥേയം, കൗരവർ തുടങ്ങിയ സിനിമകൾ പറയുന്നത്. ദശരഥത്തില് നമുക്കറിയാം അവസാനം വരുന്ന സമയത്ത് ഈ രാജീവ് മേനോൻ സ്വന്തം ചേരയിൽ പിറന്ന കുട്ടിയെ തിരിച്ചേൽപ്പിക്കുകയാണ് അല്ലേ. അതേപോലെ തന്നെ എന്താണ് കൗരവറിലെ അവസാനം വരുമ്പോൾ ഈ കഥാപാത്രം പറയുന്നത് ഇനി എൻ്റെ സ്വന്തം മകൾ ആരാണെന്ന് പറയണ്ട എന്നാണ് പറയുന്നത്. അതായത് രക്തബന്ധത്തിൽ കവിഞ്ഞൊരു ബന്ധം നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന സിനിമകളാണ്. ഇതിലൊക്കെ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും ഈ രാജീവ് മേനോൻ ജയിച്ചു നിൽക്കുന്ന സമയത്താണ് അയാൾ ആ ബന്ധത്തെ മനസ്സിലാക്കുന്നത്. പാഥേയത്തിലേക്ക് പോവാണ്. ചന്ദ്രദാസ് എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രം കോടതിയിൽ പോയി ഈ കുട്ടി പറയുകയാണ് എനിക്കിനി ചന്ദ്രദാസിന്റെ കൂടെ പോയാൽ മതി എന്ന് പറയുമ്പോഴാണ് അയാൾ തിരിച്ച് ഈ കുട്ടിയെ കൊടുക്കുന്നത്. അപ്പൊ അയാൾ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണ്, എന്നെ അവള് അച്ഛനായി സ്വീകരിക്കുന്നുണ്ട്, പക്ഷെ എന്നേക്കാൾ 1000 മടങ്ങ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഈ വളർത്തച്ഛൻ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഫാദർ എന്ന് പറയുന്ന ലാലോ ലക്സിന്റെ കഥാപാത്രത്തിനോട് പറയാണ്. നമ്മൾ അതിനൊന്ന് വിലയിരുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ളത് എന്താണ്? നമ്മൾ കേട്ടിട്ടുള്ളത് ഈ രക്തത്തിൽ പിറന്ന മകൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ രക്തബന്ധം അല്ലെങ്കിൽ ആ പൈതൃകം എന്നൊക്കെ പറയുന്ന ആ സാധനത്തിനെ ഹൈലൈറ്റ് ചെയ്യുന്ന പടങ്ങളാണ് ഉള്ളത്. ഈ പറയുന്ന ദശരഥവും പാഥേയവും കൗരവരും ഒക്കെ ഇറങ്ങുന്ന അതേ കാലഘട്ടത്തിലാണ് ദേവാസുരം ഇറങ്ങുന്നത്. ദേവാസുരത്തിന്റെ യഥാർത്ഥ തീം എന്താ? എവിടെ മുതലാണ് ഈ പറയുന്ന മംഗലശ്ശേരി നീലകണ്ഠൻ തകർന്നു തുടങ്ങുന്നത്? അയാളുടെ അച്ഛൻ മംഗലശ്ശേരിയിലെ അല്ലാന്ന് അറിയുന്ന നിമിഷം മുതലാണ്. അതുവരെ അയാൾ അഹങ്കാരിയും വല്ലതൊക്കെ ആയിരുന്നു. അപ്പൊ പിതൃത്വം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ അയാൾ എല്ലാം നഷ്ടപ്പെടുന്ന ഒരാളായിട്ട് മാറുക. അവിടെ നിന്ന് നിങ്ങളുടെ ജീനുള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾക്ക് പോറ്റി വളർത്തുക എന്ന് പറയുന്ന ഒരു സംഗതി കൂടി അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെതായ കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള മറ്റൊരു ചിന്ത, മറ്റൊരു വീക്ഷണം ലോഹിദാസ് മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ സിനിമകളിലൂടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സമാനമായി കിരീടം, നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. കിരീടത്തിൽ സേതുമാധവൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതമല്ല അയാൾക്ക് കിട്ടുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ ഈ എന്താ പറയാ സമൂഹം അയാൾക്ക് കൽപ്പിക്കുന്ന ഒരു സാമൂഹിക നിലയുണ്ട്, ഒരു ഗുണ്ടയുടെ, അതിലേക്കാണ് അയാൾ ചെന്ന് വീഴുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ എന്താ പറയാ ഇതേപോലെ തന്നെ രക്തബന്ധത്തിന്റെ മറ്റൊരു എപ്പിസോഡ് നമുക്ക് അരയന്നങ്ങളുടെ വീട്ടിൽ കാണാൻ പറ്റും. കാരണം സ്വന്തം അനിയനെ DNA പരിശോധന നടത്തണം സ്വത്തിന് വേണ്ടി എന്ന് പറയുന്ന, അപ്പൊ ഇത്തരത്തിൽ എന്താ പറയാ ഈ ഭയങ്കര ഫാമിലി
ബന്ധം, കുടുംബം എന്ന് പറയുന്ന സാധനങ്ങളെയൊക്കെ ഒന്ന് റീകൺസ്ട്രക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനകത്ത് ആ രക്തബന്ധത്തിലേക്ക് ഒന്ന് രണ്ടാമത് ഡൈസെക്ട് ചെയ്യാൻ ലോഹിതദാസ് ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ ഇന്നും മുദ്ര എന്ന് പറയുന്ന സിനിമ ഇന്നും പ്രസക്തമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം മുദ്ര എന്ന സിനിമയുടെ യഥാർത്ഥ പ്രമേയം എന്ന് പറയുന്നത് ജസ്റ്റിസ് എന്തായിരിക്കണം എന്നുള്ളതാണ്. അത് റീസ്റ്റോറേറ്റീവ് ആയിരിക്കണോ, റിട്രിബ്യൂട്ടീവ് ആയിരിക്കണോ എന്നുള്ള ഒരു വലിയ തർക്കം നടക്കുന്നതിൻ്റെ ഇടയിൽ ഇന്നും നമ്മൾ പലപ്പോഴും പറയാറുള്ള ലഹരി ഉപയോഗിച്ച പിള്ളേരെ കിട്ടി അപ്പം തന്നെ അടിച്ച് നേരാക്കി നശിപ്പിച്ച് കളഞ്ഞോളാം. പക്ഷെ അതിനെ ആ കാലത്ത്, അതായത് ഇന്ന് ബൈജു ഒക്കെ ഏതവസ്ഥയിലാണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ അവരുടെ കുട്ടിക്കാലത്ത് നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളുടെ കുട്ടിക്കാലത്ത് നിൽക്കുന്ന സമയത്ത് ഈ ഒരു ചർച്ച കൊണ്ടുവരാൻ സാധിക്കുക എന്ന് പറയുന്നത് ആ നിലനിൽക്കുന്ന സമൂഹത്തിൽ നിന്ന് വ്യത്യസ്ത. കാരണം ഇന്ന് പറയുന്നത് നിങ്ങൾ റിട്രിബ്യൂട്ടീവ് ആവണം, ആൾക്കാരെ തല്ലിക്കൊല്ലണം, കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അവരെ ശിക്ഷിക്കണം എന്നൊക്കെ പറയുന്ന, അല്ലെ വെടിവെച്ച് കൊല്ലണം എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ആ കാലത്ത് അദ്ദേഹം പറയുന്നത് ഇത് ഒരു റീഹാബിലിറ്റേഷനിലൂടെ മാത്രമേ ഇത് കുറയ്ക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു നരേഷനാണ് ഈ മുദ്ര എന്ന് പറയുന്ന സിനിമയിലൂടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ഞാൻ പറയാൻ ശ്രമിച്ചത്, ഞാൻ ഇത്രയും ഉദാഹരണങ്ങൾ നിരത്തുന്നത് ഇത് കേവലമായ ഒരു പാറ്റേൺ ആണ്, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സിനിമകളിൽ നിന്നാണ് എന്നുള്ള രീതിയിലല്ല. ഇത്രയും സിനിമകളിൽ നമുക്ക് ഇത് കാണാൻ പറ്റും. അതായത് നിലനിൽക്കുന്നൊരു ഒരു വ്യവസ്ഥ, അത് സാമൂഹികമായ നീതി വ്യവസ്ഥയാവാം, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എന്താണ് കുടുംബത്തിന്റെ കാര്യത്തെക്കുറിച്ചുള്ള സ്ത്രീകളുടെ കാര്യത്തിലേക്ക് ആദ്യം പറഞ്ഞ പോയിന്റ് അവിടെ നിൽക്കുന്നുണ്ട്. അതേസമയം അതിനെയൊക്കെ മറികടക്കാൻ സ്ത്രീധനം എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചാവാം, ഇതിനൊക്കെ കുറിച്ച് വ്യത്യസ്തമായ ഒരു വീക്ഷണം അന്നുള്ള ആൾക്കാരിൽ നിന്ന് ഇത്തിരി വ്യത്യസ്തമായിരുന്നു ലോഹിതദാസിന് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തിരുത്താം. പിന്നൊരു പല സിനിമകളിലും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് പണിയെടുക്കണം എന്ന് പറയുന്നൊരു സംഗതി. നിർമാല്യം ഇറങ്ങുന്നത് 78 79 എങ്ങാണ്ടാണ് അല്ലേ. അതിലെ വെളിച്ചപ്പാട് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ അവസാനം തെണ്ടുന്ന അവസ്ഥയിൽ ഇയാളോട് ആരെങ്കിലും ഒരാളൊന്ന് ചോദിച്ചു കൊടുത്താണെങ്കിൽ 4 മൂട് കപ്പ വെച്ചുകൊണ്ടോ എന്ന് ചോദിക്കണ്ടേ. ശരി, ഇത് 78 കാര്യം. 2006 ഇറങ്ങുന്ന ഇൻസ്പെക്ടർ ബൽറാം മിസസ് താരാദാസില് ഒരു സതീഷ് വർമ്മ എന്ന് പറയുന്ന ആൾക്ക് സവർണ ദാരിദ്ര്യം ഉണ്ടെന്ന് പറയണ മുകേഷ് ചെയ്ത കഥാപാത്രം. അയാൾ ആരാണ്? അയാള് ഒരു സബ് ഇൻസ്പെക്ടറാണ്. അയാൾക്ക് സവർണ ദാരിദ്ര്യം ഉണ്ട്. അയാൾക്ക് കെട്ടിക്കാൻ പ്രായമായ 3-4 മക്കളുണ്ട്. തീരെ അവശനാണ്. ടി രാമകൃഷ്ണനെ പോലുള്ള ആളുകൾ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. അതായത് സവർണർ പണിയെടുക്കാനുള്ളവരല്ല എന്നുള്ളൊരു ധാരണ ഉണ്ട്. പക്ഷെ ലോഹിതദാസിന്റെ എല്ലാ സിനിമകളിലും നമുക്ക് ഏതാണ്ട് ഇതേപോലൊരു പാറ്റേൺ കാണാൻ പറ്റും. ഇപ്പൊ മാലയോഗത്തില് ഈ 2 നായകന്മാരാണ്, രമേശനും ജോസും, ജയറാമും മുകേഷും. അപ്പൊ ഈ സെയിം വേലയില്ല പട്ടധാരികളാണ്. ഇവര് പല ജോലിക്ക് ശ്രമിക്കുന്നു. അവസാനം ഇവര് ഒരു ഗതിയുമില്ലാതെ ഒരു ബ്രോക്കർ ആകുന്നു. അപ്പൊ ഈ ബ്രോക്കർ ആകുന്ന സമയത്ത് ഈ ബ്രോക്കർ ആയി നടക്കുമ്പോഴും ഇത് പൊട്ടിപ്പോവും. അപ്പോഴും ഇയാളുടെ അളിയനായിട്ടുള്ള മുരളി പറയുന്നത് നിങ്ങൾ എന്ത് ജോലി ചെയ്താലും അതിലെ വിഷയമല്ല, നിങ്ങൾ ജോലി ചെയ്താൽ മതി എന്നുള്ളതാണ്. അതുപോലെ ആധാരം എന്ന് പറയുന്ന സിനിമയില് ഈ സുധീഷിന്റെ കഥാപാത്രം +2 അല്ല പ്രീ ഡിഗ്രി പഠിച്ച ആളാണ്. ഇയാൾക്ക് വേറെ ജോലിയൊന്നുമില്ല. ഒരു നിവൃത്തിയില്ലാതെ ഇയാള് മുരളിയുടെ വീട്ടിൽ കയറി തേങ്ങ മോഷ്ടിക്കുന്നു. അപ്പൊ ഇയാളെ ഓടിച്ചിട്ട് പിടിച്ച് അയാളുടെ വീടിന്റെ മുറ്റത്ത് വെച്ച് അടിച്ച് എല്ലാം കഴിഞ്ഞ അവസാനം ഈ മുരളി ഈ രമേശൻ എന്ന് പറയുന്ന വിനീത് ആ സുധീഷ് ചെയ്ത കഥാപാത്രത്തിനോട് പറയുന്നത് എന്ത് പണി വേണമെങ്കിലും നമുക്ക് ചെയ്യാം, കട്ടിട്ടും മോഷ്ടിച്ചിട്ടും ആണെങ്കിൽ പോലും കുടുംബം നോക്കണമെന്ന് ഞാനും ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഞാൻ കട്ടില്ല, ഞാൻ പണിയെടുത്തു. അപ്പൊ ഇങ്ങനെ പണിയെടുക്കുക എന്ന് പറയുന്ന, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സവർണരൊന്നും അതിലേക്ക് ഞാൻ അടുത്ത സ്ലൈഡ് വരുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. സമാനമായ ഒരു കാര്യം ഈ വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലും ഉണ്ട്. ഈ നമ്മുടെ റോയ് ഒരു പണിയുമില്ലാതെ നടക്കുന്ന സമയത്ത് ഇയാളുടെ കാർ ആക്സിഡന്റലി ശരിയാക്കി കൊടുക്കും. അപ്പോൾ പറയും താനിപ്പോൾ ചെയ്യുന്ന മണ്ടത്തരമാണ്, താൻ ഒരു ചോക്ക് വെച്ചിട്ട് ചോക്കുമലയുടെ പുറത്തിരുന്ന് ചോക്ക് അന്വേഷിക്കണം, തൻ്റെ കയ്യിൽ നല്ലൊരു പണിയുണ്ട്. അങ്ങനെ റോയ് ആ പണി തന്നെ ചെയ്യുകയും അത് രക്ഷപ്പെടുകയും ചെയ്യുന്നതൊക്കെ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത്തരം ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ലോഹിതദാസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് കൂടാതെ പല കഥാപാത്രങ്ങൾ എടുത്താലും ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാണാൻ പറ്റും. ഉദാഹരണത്തിന് തൂവൽ കൊട്ടാരത്തിലെ മോഹനേന്ദ്ര പൊതുവാണ്. അയാളൊരു വക്കീലാണ്, പക്ഷെ അയാൾ ഒരേ സമയം പ്ലംബർ ചെയ്യും,
ഇലക്ട്രീഷ്യൻ ആവും, ചെണ്ട കൊട്ടാൻ പോവും. ജയറാം ചെയ്ത കഥാപാത്രമാണ്. അതുപോലെ ചെങ്കോലിലെ സേതുമാധവൻ ഒരു അസൽ നായരാണ്, പക്ഷെ അയാൾ ചെങ്കോലിലെത്തുമ്പോൾ അയാളൊരു മീൻ വിൽപ്പനക്കാരനാവുകയാണ് ജീവിക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് അത് മാറിപ്പോകുന്നുണ്ട്. സല്ലാപത്തിലെ ശശികുമാർ, അയാൾ ആശാരി തന്നെയാണ്. അതുപോലെ നിവേദ്യത്തിലെ മോഹനകൃഷ്ണനെ ആദ്യം കാണിക്കുമ്പോൾ അയാളൊരു ആശാരിപ്പണിക്കാരനാണ്. അപ്പം ഇങ്ങനെ എന്ത് ജോലി ചെയ്തിട്ടാണെങ്കിലും പട്ടിണി മാറ്റുക എന്ന് പറയുന്ന, കാരണം ആ കാലത്ത് ചെറിയ ദാരിദ്ര്യം എല്ലാ വിഭാഗങ്ങൾക്കിടയിലും ഉണ്ടായിരുന്നു. അതിനെ മറികടക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഈ പണിയെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് എങ്ങനെയുള്ള സമയത്താണ് ഇത് പറയുന്നത് എന്നുള്ളൊരു നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇതേ 89 ഇറങ്ങുന്ന ഒരു സിനിമയാണ് മഴവിൽ കാവടി. ഇവിടെ പണി കിട്ടാത്ത മഴവിൽ കാവടിയിലെ നായകൻ ചെയ്യുന്നത് ഷേവിംഗ് ആണ്. അത് കണ്ടിട്ടാണ് സകലതും തകർന്നു പോകുന്നത്. അതിൻ്റെ എന്താ പറയുക, പിന്നെ എന്തുകൊണ്ടാണ് ഇതൊക്കെ ശരിയാവണമെന്നൊന്നും ആ സിനിമയുടെ തിരക്കഥയിൽ എവിടെയില്ല. പക്ഷെ ഈ ക്ഷൗരപ്പണി ചെയ്യുന്നത് എന്തോ ഒരു പ്രശ്നമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അന്നത്തെ സവർണറുടെ പണി ഇല്ലാതെ വന്നാലുള്ള മെയിൻ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ നാട് വിട്ടു പോവുക, പുണൂല് പൊട്ടിക്കുക, നാട് വിട്ടു പോവുക, ബോംബെയിലോ മദിരാശിയിലോ വേറെ എവിടെയെങ്കിലും പോയി അധോലോക നായകനാവുക, കത്തിയെടുക്കുക, കൊല്ലുക. എന്നിട്ട് ഞാനിങ്ങനെ ആയതിനു മുഴുവൻ അവരാണ് കാരണമെന്ന് പറയാം. അഭിമന്യു, ആര്യൻ, അദ്വൈതം, ഇങ്ങനെ എല്ലാ സിനിമകളുടെയും പ്രമേയം ഇത് തന്നെയാണ്. ഇതെല്ലാം ടി ദാമോദരൻ എഴുതിയതാട്ടോ. ഇനി അവിടെ കൊണ്ട് തീരുന്നില്ല. ഞാൻ പറയുന്ന മോസ്റ്റ് നൊട്ടോറിയസ് സീൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ടി ദാമോദരൻ മഹാത്മയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യം. അപ്പോൾ ഇതിനകത്ത് ഈ ജോലി ദേവസ്വം ബോർഡ് കൊടുത്തതുകൊണ്ട്, ബാക്കിയുള്ള ആൾക്കാർക്ക് കൊടുത്തതുകൊണ്ട് ജോലി ഇല്ലാതെ വരുന്ന നമ്മുടെ നമ്പൂതിരി വർഗത്തിൽപ്പെട്ട ഗണേശന്റെ കഥാപാത്രം പട്ടിണി കിടക്കുന്നു, നിരാഹാരം കിടക്കുന്നു. അപ്പൊ ഈ നിരാഹാരം കിടക്കുന്ന ഈ ഗണേശിനെ ഈ സുരേഷ് ഗോപിയുടെ കഥാപാത്രം ദേവദേവൻ എന്ന് പറയുന്ന കഥാപാത്രം ഉദ്ബോധിപ്പിക്കുകയാണ്. അപ്പൊ ഉദ്ബോധിപ്പിക്കുന്നതിന്റെ ഇടയിൽ പറയുന്ന ഒരു വാചകമാണിത്. അത് പറയണമെന്ന് വെച്ചാൽ, നീ എൻ്റെ കൂടെ വാ, ഞാൻ നിനക്ക് പൈസ തരാം, എത്ര വേണേലും പൈസ തരാം. പക്ഷെ നീ വൺ കണ്ടീഷൻ. എന്താ കണ്ടീഷൻ? വേദാധ്യയന കാലത്ത് നീ ഉരുവിട്ട പൂജാമന്ത്രങ്ങൾ മറക്കണം. അതായത് നീ ബ്രാഹ്മണ്യം വിടണം. പിന്നെന്താണ്? നീ ചോരക്കറ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ച ശിലാരൂപങ്ങളെ മോറിത്തഴമ്പിച്ച കൈകളിൽ ചോരക്കറ പുരണ്ട ആയുധം എടുക്കണം. പിന്നെയോ, സംവരണത്തിന്റെ ശാപമേറ്റ് കീഴ്ജാതി ചട്ടിയിലേക്ക് നീ വീഴാൻ കാരണം സവർണ മുദ്ര ചാർത്തിയ ഈ പൂണൂലാണെന്ന് നീ അറിയണം. അവസാനം ഈ അവിടുത്തെ അന്തർജനങ്ങൾക്ക് വ്യഭിചരിക്കേണ്ടി വരുന്നത് ഈ പൂണൂൽ കാരണമാണെന്ന്. അതായത് എല്ലാത്തിനും ഇതൊരു സർക്കാസ്റ്റിക് ആയിട്ടോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഡെവിൾസ് അഡ്വക്കേറ്റ് പോലെയോ ഒക്കെ പറയുന്ന കാര്യമാണ്. അതായത് ഇതിനൊക്കെ കാരണം നീയല്ല, മറ്റൊരു വിഭാഗമാണ് എന്നാണ് ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പാറ്റേണിന്റെ ഒരു ഡയലോഗാണ് ഇവിടെ കാണുന്നത്. എന്താണ്? സവർണർക്ക് ജോലി ഇല്ലാതായി കഴിഞ്ഞാൽ അവരപ്പം തന്നെ നാടുവിടും. പുണൂര് പൊട്ടിക്കും. പുണൂര് പൊട്ടിക്കലാണ് ഇമ്പോർട്ടൻസ്. പുണൂര് പൊട്ടിച്ചിട്ട് നാടുവിടും. നാട് വിട്ടിട്ട് ആദ്യം പോയി അധോലോകത്തിൽ ചേരും. അധോലോകത്തിൽ ചേർന്നിട്ട് അവിടെ കിടന്ന് നരയിക്കും. നരയിക്ക് ചെയ്യുമ്പോൾ അതിന്റെ പ്രശ്നം മുഴുവൻ സംവരണമുള്ള കീഴ്ജാതിക്കാരനാണെന്ന് പറയും. അങ്ങനെ പറയുന്ന കാലത്താണ് എന്താണ് ലോഹിദാസ് പറയുന്നത്, നിങ്ങളൊന്ന് പണിയെടുക്ക്, എന്ത് പണിയെടുത്താലും കുഴപ്പമില്ല, നിങ്ങളൊന്ന് പണിയെടുക്ക് എന്ന് പറയുന്നത്. ആ പല രീതിയിലുള്ള പണി ലോഹിദാസ് തന്നെ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വക്കീലായിരിക്കുമ്പോൾ തന്നെ അയാൾ ചെണ്ടോട്ടാൻ പോകുന്നു, അയാൾ പ്ലംബർ ആകുന്നു. ഇങ്ങനെ കാണിക്കാൻ സാധിക്കുക എന്നുള്ളത് തന്നെ ഒരു എന്താ പറയുക, ഒരു മാറ്റത്തിന് അല്ലെങ്കിൽ അന്ന് നിലനിൽക്കുന്ന ഒരു പൊതുബോധത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീക്ഷണമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. മറ്റൊന്നാണ് വളരെ വളരെ നോർമലൈസ് ചെയ്ത് കാണിക്കുന്ന മിശ്ര വിവാഹങ്ങൾ. ഈ ഇത്രയും സിനിമകളിൽ ഇല്ലേ, ഒന്ന് വായിക്കാനായിരിക്കണം. മാതയോഗത്തിൽ തന്നെ രണ്ടെണ്ണം, രമേശിനും റോസിയും ദാമോദരനും രാജലക്ഷ്മി എന്ന് പറയുന്ന രണ്ട് കപ്പിൾസ്. ഇതില് രമേശൻ ഹിന്ദുവും റോസി ക്രിസ്ത്യാനിയുമാണ്. അതുപോലെ തന്നെ ദാമോദരൻ ഈഴവൻ, അത് മുരളിയുടെ കഥാപാത്രം. രാജലക്ഷ്മി സുമാ ജയറാം ചെയ്ത കഥാപാത്രം, അത് നായരാണ്. അതുപോലെ തന്നെ സസ്നേഹം തീം തന്നെ അതാണ്. ഒരു പട്ടിണി പെണ്ണിനെ ഒരു ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരാൾ വിവാഹം കഴിക്കുന്നു. അതുപോലെ തന്നെ ഇസൈൽ സാഹിബുള്ള പ്രണയം. അതുപോലെ തന്നെ ആധാരം എടുക്കുകയാണെങ്കിൽ ബാപ്പൂട്ടിയും സേതുലക്ഷ്മിയും. ഇന്നായിരുന്നെങ്കിൽ കത്തിച്ച് കളഞ്ഞേനെ. കാരണം ബാപ്പൂട്ടി എന്ന് പറയുന്ന ഒരു
അസൽ മുസ്ലിങ്ങളാണ് കഥാപാത്രമാണ് മുരളി അഭിനയിച്ച കഥാപാത്രം. അയാളൊരു സവർണ സ്ത്രീയായ, എല്ലാം കൊണ്ടും സവർണ സ്ത്രീ ആയിട്ടുള്ള സേതുലക്ഷ്മിയെ അവസാനം കല്യാണം കഴിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകുന്നതാണ് അതിന്റെ അവസാനം എന്ന് പറയുന്നത്. ആ പോകുന്ന പോക്കിലാണ് അവസാനം കാണിക്കുന്നത്. ഇന്നാണെങ്കിൽ അത് ലവ് ജിഹാദാണ്, അല്ലെങ്കിൽ വഴിതെറ്റിക്കാനുണ്ടാക്കിയ സാധനമാണ്. അത് ആ കാലത്ത് ഇരുന്നുകൊണ്ട് അത് വിഭാവനം ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ബാക്കിയുള്ളവരെ പോലെ അല്ല ലോഹിദാസിന്റെ ചിന്ത വർക്ക് ചെയ്തിരുന്നതെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അതുപോലെ അതിൽ തന്നെ മറ്റൊരു കഥാപാത്രമുണ്ട്, ഈ ബാബുട്ടിയുടെ അനീതിയായിട്ടുള്ള ആമിനയും സുരേഷ് ഗോപിയുടെ വാസു എന്ന് പറയുന്ന കഥാപാത്രവും. അതുപോലെ വെങ്കലത്തിൽ വരികയാണെങ്കിൽ മനോജ് കെ ജയന്റെ കഥാപാത്രവും അയാൾ പ്രണയിക്കുന്ന ഒരു സുലോചന എന്ന് പറയുന്ന പ്രിയങ്ക അല്ല മറ്റൊരു നടി ചെയ്ത കഥാപാത്രമാണ്, പേര് ഓർക്കുന്നില്ല. അരേന്ദ്രങ്ങളുടെ വീട്ടിൽ രവീന്ദ്രനാഥ മേനോൻ എന്ന് പറയുന്ന നായർ വിവാഹം കഴിക്കുന്നത് ഒരു ഹിന്ദുസ്ഥാനി അല്ലെങ്കിൽ ബംഗാളിയോ അല്ലെങ്കിൽ ഒരു ഗുജറാത്തി പെണ്ണിനെ കണ്ടാണ്. വീണ്ടും ചില വീട്ടുകാര്യങ്ങളിൽ റോയും ഭാവന ഒരു മണ്ണാത്തി പെണ്ണാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭൂതക്കണ്ണാടിയിൽ വിദ്യാധരനും സരോജിനിയും. ഇങ്ങനെ ഒരുപാട് മിശ്ര വിവാഹങ്ങളെ വളരെ നോർമലൈസ് ചെയ്ത് കാണിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം അദ്ദേഹത്തിന്റെ ഈ 40ഓളം സിനിമകളിൽ ഉടനീളം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇനിയും നമുക്ക് ഇപ്പൊ നിവേദ്യത്തിലും ഏതാണ്ട് അതേപോലെയാണ്. ഇതൊരു വിഷയമല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇത് അവതരിപ്പിച്ചേക്കുന്നത്. മറ്റു പലരും ഇത് ഭയങ്കര സംഭവമായിട്ട് അവതരിപ്പിക്കുമ്പോഴും ഈ കഥാപാത്രങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഇത് കയറി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതിലൂടെ അദ്ദേഹം മതേതരത്വം പറയുന്നുണ്ട്, ജാതി വിവേചനത്തെ കുറിച്ച് സംസാരിക്കും. കാരണം ജാതീയതര വിവാഹങ്ങളും മതേതര വിവാഹങ്ങളും നടക്കുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നത് സാന്ദർഭികമായിട്ട് പറയാണ്, ഞാൻ വിചാരിക്കുന്നത് മലയാളത്തിന് 2 തരം മതേതരത്വം ഉണ്ടെന്നാണ്. സവർണ മതേതരത്വം ഉണ്ട്. ഈ സവർണ മതേതരത്വം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും തോന്നിയ മതേതരത്തിന്റെ പേരിൽ അവാർഡ് കിട്ടിയ ഒരു സിനിമയാണ് നാരായം എന്ന് പറയുന്ന ഒരു സിനിമ. ഉർവശി മുരളിയൊക്കെ തന്നെയാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. സംഭവം ഒരു മലപ്പുറത്തെ ഒരു അറബി സ്കൂളിൽ അറബി വാദ്യാരായി നമ്പൂരി സ്ത്രീ ആയിട്ടുള്ള ഉർവശി വരുന്നതാണ് അതിന്റെ കഥാതന്തു. ഇതിനകത്ത് ഒരു മതേതരത്വം പറയുന്നുണ്ട്. ഈ മതേതരത്തിലുള്ള കുഴപ്പം എന്താ? ഈ മതേതരത്തിലുള്ള കുഴപ്പം എന്ന് പറഞ്ഞാൽ അത് ഈ നമ്പൂരി സ്ത്രീ ആയിട്ടുള്ള ഈ ഉർവശിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മതേതരത്വ. അത് ഉർവശി വരുമ്പോഴത്തേക്കും പിന്നെ അവിടെ മീൻ കഴിക്കുന്ന വീട്ടിൽ പിന്നെ മീൻ വെക്കത്തില്ല, അല്ലെങ്കിൽ അവർക്ക് താമസിക്കാൻ വളരെ ശുദ്ധിയും വൃത്തിയുമുള്ള ഒരു റൂം ഉണ്ടാക്കി കൊടുക്കുന്നു. അതായത് അവർക്ക് പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മതേതരത്വമുണ്ട്. അത്തരം മതേതരത്വങ്ങളല്ല. അതുകൊണ്ടാണ് പറയണത് വലിയ വീടൊക്കെ ഉണ്ടായിട്ടും സേതുലക്ഷ്മി എന്ന് പറയുന്ന സവർണ കഥാപാത്രം, ബാബുട്ടി എന്ന് പറയുന്ന മുസ്ലിം കഥാപാത്രത്തിന്റെ കൂടെ ഇറങ്ങിപ്പോവാണ്. നാട്ടുകിടപ്പനുസരിച്ച് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ തർക്കിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അത് കാണിക്കുക എന്ന് പറയുന്നതിൽ ഒരു ചിന്ത മാറ്റം ആണ് ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം അത്തരം ഒരു മതേതരത്വമാണ്. മറ്റൊന്ന് ജാതി വിരുദ്ധത. അത് വളരെ കൃത്യമായി തന്നെ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ പല കഥാപാത്രങ്ങളും ഒരൊറ്റ ജാതിയിൽപ്പെടുന്നവരൊന്നും ആയിരുന്നില്ല, നായന്മാരൊക്കെ ഉണ്ടായിരുന്നു. അതേസമയം മൂശാരി, കൊല്ലൻ, പപ്പടം വിൽക്കുന്ന ആൾക്കാരായിട്ട്, ആശാരിയായിട്ട്, മുക്കുവനായിട്ട്, ചെമ്പിലരയനായിട്ട്. അപ്പൊ ഈ ചെമ്പിലരയനായിട്ടൊക്കെ ഒരു കഥ എഴുതുക എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ജീവിത പരിസരവും കൂടി മനസ്സിലാക്കിയിട്ടുണ്ടാവണം എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൂടാതെ പലയിടത്തും അദ്ദേഹം ഈ അയിത്തത്തിനോടും മറ്റുമൊക്കെ കലഹിക്കുന്നത് കാണാം. ഈ സംഗീതത്തിന് ഈ സല്ലാപത്തിൽ തന്നെ ഇയാളൊരു ആശാരിയാണ്, ഇയാളെ പാടാൻ വിളിക്കുമ്പോൾ ഇയാളെ വിളിക്കല്ല, ചേട്ടൻ പുറത്തേക്ക് പോകുമെന്ന് പറയും. അപ്പൊ എന്തിനാണോ സംഗീതത്തിന് അയിത്തം എന്ന് ചോദിക്കുന്ന ഒരു കഥാപാത്രം, അത് സവർണനായിട്ടുള്ള ഒരാളാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്വന്തം അനിയത്തിയെ ഈഴവനായിട്ടുള്ള ചെത്തുകാരനായിട്ടുള്ള, ഈഴവനാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കുക, ചെത്തുകാരനും കൂടി ആയിട്ടുള്ള ഈ മുരളിയുടെ കഥാപാത്രം വിവാഹം കഴിച്ച് ചെല്ലുമ്പോൾ ഈ മുരളി അയാളെ എതിർക്കുന്ന സമയത്ത് ഈ മുരളി ചോദിക്കുന്ന ഈ കഥാപാത്രം, ഈ ദാമോദരൻ എന്ന് പറയുന്ന കഥാപാത്രം ചോദിക്കുന്ന രമേശ, അതായത് ജയറാമിനോട് ചോദിക്കുക, രമേശ നീ എല്ലാവരെയും പോലെ പറയരുത്, നിനക്ക് പഠിപ്പും വിദ്യാഭ്യാസവും ഉള്ളതല്ലേ എന്നാണ്. അതുപോലെ തന്നെ ഇയാൾ വീട്ടിലോട്ട് കയറാൻ മടിച്ചു നിൽക്കുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, നിനക്കും ഉണ്ടോ അയിത്തവും ശുദ്ധിയും ഒക്കെ എന്ന്. അപ്പൊ ഇങ്ങനെ കൃത്യമായി ജാതിയെ ഒരു ഇങ്ങനെ പറയാതെ വിടുക എന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ലായിരുന്നു. അതിനെ കൃത്യമായി വിമർശിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരു രംഗമാണ് ഇതിനകത്ത് ആദ്യം ഈ മാലയോഗം എന്ന് പറയുന്ന സിനിമയിലാണ്
അതിനകത്ത് ജയറാം രമേശൻ എന്ന് പറയുന്ന ആളുടെ അച്ഛനാണ് കരികാലം പരമു നായർ എന്ന് പറയുന്ന ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ കഥാപാത്രം. രണ്ടാമത്തെ മകളാണ് ഈ മുരളിയോടൊപ്പം ഒളിച്ചോടുന്നത്. അപ്പൊ ആദ്യം ഈ വാർത്ത കേട്ട് കഴിയുമ്പോഴത്തേക്കും അമ്മ പറയും, അവള് ഒളിച്ചോടിയാലും, കാരണം ഇവര് മകളെ കെട്ടിക്കാൻ പറ്റാതെ, സ്ത്രീധനമൊന്നും കൊടുക്കാൻ പറ്റാതെ വളരെ പ്രായത്തിൽ മുതിർന്ന ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക, അതായത് ഇന്നസെന്റിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നിൽക്കുമ്പോഴാണ് ഈ പെണ്ണ് ഒളിച്ചോടി പോണത്. അപ്പോൾ ഈ ഒളിച്ചോടി പോകുന്ന ഈ മകളെ കുറിച്ച് അമ്മ പറയും, അവള് ഒന്നില്ലേലും 3 നേരം കഞ്ഞി കുടിച്ച് കിടക്കുമല്ലോ എന്നാ പറയണത്. മനസ്സിലാക്കേണ്ട കാര്യം, ഒളിച്ചോടിപ്പോയ ദാമോദരൻ ഒരു ഈഴവനാണ്, ഇവര് നായന്മാര്. അപ്പൊ ഈ ഒടുവിലുണ്ണികൃഷ്ണന്റെ കഥാപാത്രം പറയും, ചോവക്കുടിയിലാണോ എന്താണ് രക്ഷ, അവള് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി, അവള് 3 നേരം കഞ്ഞി കുടിച്ച് കിടക്കുമല്ലോ എന്ന് പറയുമ്പോൾ ചോവക്കുടിയിലാണോടി രക്ഷ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇതേ ആള് പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ മാറും. ആ മാറാനുള്ള കാരണം ഈ നേരത്തെ പറഞ്ഞ പണിയെടുക്കാനുള്ള ഒരു വഴി ഈ മുരളി കാണിച്ചു കൊടുക്കും. അതായത് പൊളിഞ്ഞു കിടക്കുന്ന ഒരു ചായക്കട നന്നാക്കി കൊടുക്കും അളിയന്മാർക്കും ഈ അമ്മായപ്പനും ഒക്കെ ഈ മുരളി ചെയ്തു കൊടുക്കും. അപ്പൊ അതോടുകൂടി മുരളി നല്ലവനാവും. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് വലിയ കടയൊക്കെ നന്നാക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ മുരളി ചെത്തുകാരുടെ വേഷത്തിൽ ഇങ്ങനെ വന്ന് സൈക്കിളിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവള് ഈ മുരളിയെ കാണുമ്പോൾ തന്നെ പറയും, രമേശ ശ്രീധരൻ വന്ന് ഒരു സ്പെഷ്യൽ ചായ എടുക്കും എന്നാ പറയണത്. അപ്പൊ എന്നിട്ട് ഇയാള് ഇങ്ങനെ പറയും, അടുത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളോട് പറയും, എൻ്റെ മരുമോന രണ്ടാമത്തെ ആളുടെ നായര്. നമ്മൾ ഈ നായരെന്ന് പറഞ്ഞാൽ ഭർത്താവ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ടല്ലോ. അപ്പൊ ആ അർത്ഥത്തിൽ എൻ്റെ മരുമോന രണ്ടാമത്തെ ആളുടെ നായര്. അപ്പൊ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ചോദിക്കും, നായരാ എന്ന് ചോദിക്കും. അപ്പൊ ഈ ഉണ്ണികൃഷ്ണന്റെ സ്വതസിദ്ധമായ അഭിനയിച്ചു, നായരൊന്നും അല്ലെങ്കിലും അയാളൊരു നല്ല മനുഷ്യനാണ്. അപ്പൊ പെട്ടെന്ന് അത് മാറി. അപ്പൊ ഈ രീതിയിൽ വളരെ സട്ടിലായിട്ടൊക്കെ ഇതിനെ കളിയാക്കി കൊണ്ടുപോകുന്നൊരു സംഭവമുണ്ട്. അപ്പൊ തൊട്ടടുത്തിരിക്കുന്ന ആൾ പിന്നെ ചോദിക്കും, അപ്പൊ നിങ്ങൾ അവനെ വീട്ടിൽ കയറ്റിയ? അപ്പൊ പിന്നെ അടുത്തടായിരിക്കും, വീട്ടിൽ കയറ്റാതിരിക്കാൻ അവർക്ക് പകർച്ചവ്യാധിയൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നത്. അപ്പൊ ഈ രീതിയിൽ എന്താ പറയാ, സരസമായ സംഭാഷണങ്ങളിലൂടെ ആ ഒരു ഫ്രിക്ഷനെയൊക്കെ വളരെ നോർമലൈസ് ചെയ്ത് കളയുന്ന ഒരു പരിപാടി ഇവിടെയുണ്ട്. ഏറ്റവും അവസാനം നിവേദ്യത്തിലെ ഒരു കഥാപാത്രം എനിക്ക് ഭയങ്കര രസകരമായി തോന്നിയുള്ള ഒരു കാര്യമാണ്. ഇതിനകത്ത് ഈ മോനർഷൻ എന്ന് പറയുന്ന കഥാപാത്രം ഒരു ബ്രാഹ്മണ കഥാപാത്രമാണ്. ഇയാൾക്ക് വേറെ പണിയൊന്നും കിട്ടാത്തതുകൊണ്ട് ഇയാൾ ശാന്തിപ്പണിക്ക് പോകും. അവിടുത്തെ മേൽശാന്തിയാണ് ഈ പറയുന്ന നെടുമുടി വേണു. അപ്പൊ തിളപ്പള്ളിയിൽ ഈ ചോറ് വെക്കാൻ, അതായത് എന്താ ഇതിനെ പറയാ, നിവേദിച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഇയാളൊരു അവിടെ വരുന്ന അടിച്ചു തള്ളിക്കാരി ആയിട്ടുള്ള ഒരാളെ ഏൽപ്പിക്കും, ഈ കുഞ്ഞുശാന്തി. അപ്പൊ ഈ നെടുമുടി വേണു ഇത് കാണുമ്പോൾ ചോദിക്കും, തനിക്കറിയില്ലേ ഇവരെ ഒന്നും തിടപ്പള്ളി കയറ്റാൻ പറ്റില്ല, ഇവരൊക്കെ അടിച്ചു തളിക്കാനല്ലാതെ തിടപ്പള്ളിയിലോട്ടൊന്നും കയറ്റാൻ പാടില്ല എന്ന് അറിയില്ലേ എന്ന് ചോദിക്കും. അതായത് വളരെ കൃത്യമായി ജാതി തന്നെയാണ് അവിടെ പറയുന്നത്. ജാതിയുടെ പേര് കൊണ്ട് മാത്രം വേണ്ട ജാതി പറയാൻ. നമുക്കറിയാം, ഇപ്പൊ തന്നെ നമുക്കറിയാം കൂടൽമാണിക്യത്തിൽ എന്തുകൊണ്ടാണ് ഒരാളെ അതിനെതിരെ ഒരു സമരം നടക്കുന്നതെന്ന് വെച്ചാൽ അതൊരു ഈഴവനാകുന്നു എന്നുള്ളത് കൊണ്ടാണ്. താമര ഇല ചുറ്റുന്നത് അല്ലെങ്കിൽ അത് കെട്ടുന്നത് ഒരു ഈഴവനാകുന്നതുകൊണ്ടാണ് അവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം ഇതിനെ ആ കാലത്ത് 2006-2007 കാലഘട്ടങ്ങളിൽ കൃത്യമായി പറയാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിനെ തുടർന്ന് ഈ നെടുമുടി വേണുവിന്റെ കഥാപാത്രം ചോദിക്കുക, തനിക്ക് ഇതേക്കുറിച്ചൊരു വിവരമില്ലേ, താനൊരു ബ്രാഹ്മണനാണോ? അപ്പൊ ഇയാൾ പറഞ്ഞ, ഞാൻ ബ്രാഹ്മണനല്ല. ഉടനെ തന്നെ ഇയാളുടെ സകലതും തകർന്നടിഞ്ഞു പോവുകയാണ്. കാരണം ഈ നായകനായിട്ടുള്ള ആള്, പേരിനെ ഓർക്കുന്നില്ല, നായകനായിട്ടുള്ള മോഹനേന്ദ്രൻ എന്ന് പറയുന്ന ആള് ഒരു ബ്രാഹ്മണനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇയാളെ ശാന്തിപ്പണിക്ക് കയറ്റിയിരിക്കുന്നത്. അപ്പൊ അയാളോട് ഇടക്ക് വെച്ച് ഒരു തർക്കത്തിന്റെ ഇടയിൽ താൻ ബ്രാഹ്മണൻ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ബ്രാഹ്മണനല്ല എന്ന് അയാൾ പറയുന്നു. പിന്നെ കാണിക്കുന്നത് വിത്ത് മ്യൂസിക് ഇയാളുടെ സകല ആ സ്വർഗം മുഴുവൻ താഴേക്ക് ഇടിഞ്ഞൊളിഞ്ഞ് വീണ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ നെടുമുടി കൊണ്ട് ഇങ്ങനെ തറച്ചു നിൽക്കുമ്പോൾ അതിന്റെ ബാക്കി ബാലൻസ് ഡയലോഗ് കൂടി ഇയാൾ പറയും. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മജ്ഞാനമുള്ളവനാണല്ലോ, എനിക്ക് ബ്രഹ്മജ്ഞാനം ഇല്ല, അതുകൊണ്ട് ഞാൻ ബ്രാഹ്മണനല്ല എന്ന് ആണ് പറയുന്നത്. അത് കേട്ട് കഴിയുമ്പോഴത്തേക്കും നെടുമുടി വീണുണ്ടാവുന്ന ഒരു ആശ്വാസമുണ്ട്, ഒരു ഗ്യാസൊക്കെ ഇട്ട് ഞാൻ വിചാരിച്ചു. സത്യത്തിൽ ഞാൻ പറയുന്നത് കർമ്മബ്രാഹ്മണ്യം എന്ന് പറയുന്ന ഒരു സാധനത്തിന് എന്താ പറയാ, ഇത്രയും ഭംഗിയായിട്ട് കളിയാക്കിയിട്ടുള്ള ഒരു സാധനം വേറെ ഇല്ല എന്നുള്ളതാണ്. കാരണം ബ്രഹ്മജ്ഞാനം ഇല്ലാത്തവൻ ബ്രാഹ്മണനല്ല, അപ്പൊ പിന്നെ അയാൾ ബ്രാഹ്മണനല്ല എന്നാണല്ലോ.
പക്ഷെ നെടുമുടികളുടെ കഥാപാത്രം അതല്ല ശ്രദ്ധിക്കുന്നത്. അച്ഛൻ ബ്രാഹ്മണൻ തന്നെയാണെന്നുള്ള ജന്മബ്രാഹ്മണത്തെ അയാൾ ഉൾക്കൊള്ളുന്നുണ്ട്, കർമ്മബ്രാഹ്മണത്തെ നോക്കും. അപ്പൊ ഇതെങ്ങനെയാണ് പ്രസക്തമാണെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇത് വർക്കൗട്ട് ആവുന്നത് എങ്ങനെയാണ്? കുടൽമാണിക്യത്തിലേക്ക് ഒരു ഈഴവം കയറുമ്പോൾ ഈ പ്രശ്നമാണ് അവർക്ക് സഹിക്കുന്നത്. നെടുമുടി വേണുവിന് സംഭവിച്ച പോലെയുള്ള സ്വർഗം പൊട്ടി വീഴലാണ്, ആകാശം പൊട്ടി വീഴലാണ് ഇപ്പൊ കുടൽമാണിക്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ആ ഒരു ഒരു വിരുദ്ധമായ, ഒരു ജാതി വിരുദ്ധമായിട്ടുള്ള ഒരു വൈബ് അതിനകത്തുനിന്ന് കിട്ടുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി സ്ത്രീ കഥാപാത്രങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിന് ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾ, സ്ത്രീ വിരുദ്ധമായ കഥാപാത്രങ്ങൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ നമ്മളുടെ നമ്മുടെ നോർമൽ പൊതുബോധത്തെ തകർക്കുന്ന പല കഥാപാത്രങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. സ്ത്രീ വിരുദ്ധതയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ രാജമ്മയും ഭാനുവും സുനന്ദയും ഒക്കെ അദ്ദേഹത്തിന്റെ സ്ത്രീ വിരുദ്ധ കഥാപാത്രങ്ങൾക്ക് ഇരയായിട്ടുള്ളവർ തന്നെയാണ്. പക്ഷേ ഈ വനജ എന്ന് പറയുന്ന വളയത്തിലെ കഥാപാത്രം, സത്യത്തിൽ ഞാനത് ആ സിനിമ അന്ന് കാണുമ്പോൾ എന്നെ ഭയങ്കരമായിട്ട് കൊത്തി വലിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ വനജ എന്ന് പറയുന്ന കഥാപാത്രം സത്യത്തിൽ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ്. അവര് ഈ മുരളിയുമായി സ്ഥിരമായി ലൈംഗിക തൊഴിൽ ഏർപ്പെടുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഈ വനജ പറഞ്ഞിട്ടാണ് എല്ലാം തകർന്നിരിക്കുന്ന ഇയാൾക്ക് ഒരു ലോറി ഓടിക്കാൻ കിട്ടുന്നത്. ആ വനജയെ കാണുമ്പോൾ ഇയാൾ നിർത്തുന്നു. ഇയാൾ ലോറി നിർത്തിക്കൊണ്ട് അവളോട് സംസാരിക്കണേണ്. അപ്പൊ അവർ പറയും, നീ ഇന്നിപ്പോ കാണാനല്ലോ, നിന്റെ അടുത്തൊന്ന് നമുക്കിനിയൊന്ന് നമുക്കിനിയും കൂടണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നൊരു ഡയലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിനി പണ്ടത്തെ പോലെയല്ല, ഞാൻ ആ പണി നിർത്തി, ഞാൻ ആ ലൈംഗിക തൊഴിൽ നിർത്തി. കാരണം എനിക്ക് ഇനി ദിവസം 60 രൂപ ഉണ്ടാക്കണ്ട, എൻ്റെ കുമാരേട്ടൻ മരിച്ചു. അതായത് സ്വന്തം ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവര് ഈ 60 രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ഈ ലൈംഗിക തൊഴിലിൽ ഏർപ്പെട്ടിരുന്നതെന്നുള്ള ഒറ്റ ഡയലോഗിലാണ് ആ ഒരു സീക്വൻസ് പ്ലേസ് ചെയ്യുന്നത്. ഇതെന്തുകൊണ്ടാണ് പൊതുബോധത്തിന് എതിരാണെന്ന് നമ്മൾ പറയണത്? കാരണം ഞാനൊക്കെ ജീവിതകാലത്ത് മുഴുവൻ എല്ലാ ദിവസവും ഇന്നും വൈകുന്നേരങ്ങളിൽ അമ്മ പ്രാർത്ഥിക്കണ കേൾക്കാറുണ്ട്. അഹല്യ, ദ്രൗപദി, സീത, താര, മണ്ഡോദരി തഥാ പഞ്ചകന്യാ സ്മൃതേ നിത്യം സർവപാപ വിനാശം. 5 കന്യകളാണ് ബ്രാഹ്മണ്യത്തില്, അഹല്യ, ദ്രൗപദി, സീതയൊക്കെ. എന്താ ഇവരുടെയൊക്കെ പ്രത്യേകത? അഹല്യയുടെ ഏറ്റവും ആദ്യത്തെ പ്രശ്നം, അഹല്യ അറിയാതെ പാതിവൃത്യം നഷ്ടപ്പെട്ട ഒരാളാണ്. കഥയൊക്കെ അറിയാലോ, ഈ ഇന്ദ്രൻ വേഷം മാറി വരികയൊക്കെ ചെയ്ത. ദ്രൗപദിയുടെ കാര്യം എന്താ? ഈ 5 ഭർത്താക്കന്മാരുടെ ഇഷ്ടത്തിന് വേണ്ടി പാതിവൃത്യം കളയുന്ന, അതായത് ഒരാളായിട്ടുള്ള പാതിവൃത്യം കളയുന്ന ആളാണ്. സീത അറിയാലോ, ഞാൻ പറയേണ്ട കാര്യമില്ല, പാതിവൃത്യം വീണ്ടും വീണ്ടും തെളിയിച്ചതാണ്. ഇതേപോലെ താരമുണ്ടെങ്കിൽ ഈ 5 കന്യകളിൽ പിന്നെ വേറൊരു കഥാപാത്രം കൂടിയുണ്ട്, ശീലാവതിയുടെ കഥ പുരാണത്തിൽ വളരെ രസകരമായ ഒരു കഥയാണ്. ശീലാവതിക്ക് ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു. ഇയാൾ ഭയങ്കര അധമസഞ്ചാരിയായിരുന്നു, ഇയാൾ വേശ്യാഗമനം നടത്തുമായിരുന്നു. അങ്ങനെ നിൽക്കുന്ന ഇയാൾക്ക് ആരും ഇഷ്ടപ്പെടാത്ത ആർക്കും അടുത്ത് ചെല്ലാൻ പറ്റാത്ത രീതിയിലുള്ള വ്രണങ്ങളും കുഷ്ഠമൊക്കെ ഉണ്ടായി. എന്നാലും ശീലാവതി ഇയാളെ ചികിത്സിച്ച് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ നിൽക്കെ ഇയാളെ കൊണ്ട് വലിയൊരു ഉപയോഗമില്ല. എന്നാലും ഭർത്താവാണെന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ഇയാളെ പരിചരിച്ചുകൊണ്ടിരിക്കുന്ന ശീലാവതിയോട് ഇയാൾ പറയുന്നത്, എനിക്കൊരു അവസാന ആഗ്രഹമുണ്ട്, എനിക്ക് ഒന്നുകൂടെ വേശ്യാഗമനം നടത്തണം. അപ്പോൾ ഈ ശീലാവതി സന്തോഷത്തോടുകൂടി, ചേട്ടൻ ഇനിയും വേണം അല്ലേ എന്നും പറഞ്ഞിട്ട് ഒരു കൊട്ട കൊണ്ടുവന്നിട്ട് ആ കൊട്ടയിൽ ഇയാളെ ഇരുത്തി ആ കൊട്ട ചുമന്ന് പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് സൂര്യൻ അവിടെ നിന്നിട്ട് കളിയാക്കി ഇയാളുടെ രൂപം കണ്ടു. ഉടനെ ഈ ശീലാവതി അവിടെ നിന്നുകൊണ്ട് ശപിച്ചു. തനിക്കിനി ഉദിക്കാൻ പറ്റാതെ പോട്ടെ. അതോടുകൂടി സൂര്യനും ഉദിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നത്. അതാണ് പാതിവ്രത്യത്തിന്റെ ശക്തി. അതായത് നിങ്ങൾ എത്രമാത്രം പാതിവ്രത്യം എന്ന് പറഞ്ഞ വാക്കിനെ ഞാൻ ഇനി എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നില്ല. അത് ഇവിടെ നിൽക്കുന്ന ചാരിത്ര്യ ശുദ്ധി എന്നൊക്കെ പറയുന്ന അതേ സംഗതി, അത് കാത്തു സംരക്ഷിക്കേണ്ട ഒരു പ്രാധാന്യത്തെ പൗരാണികമായിട്ട് എങ്ങനെയാണോ സ്ഥാപിച്ചെടുത്തത്, അതിനെ എനിക്ക് തോന്നുന്നു വനജ ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്തു. ഈ മനസ്സിൽ, എൻ്റെ മനസ്സിലുള്ള അതിനെ ഈ വനജ ചോദ്യം ചെയ്യുകയാണ്. കാരണം അവര് വേശ്യാവൃത്തിയിൽ ഏർപ്പെടുന്നത് ഈ ഭർത്താവിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിനെ നിങ്ങൾ എങ്ങനെ കാണും? ഇത് എൻ്റെ മുന്നിലേക്ക് ഇട്ട് തന്ന ഒരു ചോദ്യമാണ് അന്ന് അതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതുപോലെ തന്നെ ആയിരുന്നു 89 ഇറങ്ങുന്ന എഴുതാപ്പുറങ്ങൾ എന്ന് പറയുന്ന സിനിമ. അതിൽ 3 സ്ത്രീകളുടെ കഥയാണ് പറയുന്നത്. ഒരാൾ വക്കീലാണ്, അംബിക, സുഹാസിനി റൈറ്റർ. ഇതിൽ സീത എന്ന് പറയുന്ന പാർവതീയുടെ കഥാപാത്രം. ഇതിൽ സീത റേപ്പ് ചെയ്യപ്പെടുകയും അവരുടെ വിചാരണ ഒരു കോർട്ട് റൂമിൽ നടക്കുകയും ചെയ്യുന്നതൊക്കെയാണ് അതിന്റെ പ്രധാന വൃത്തം.
അപ്പൊ അന്ന് ഇയാൾ ചോദിക്കുന്നുണ്ട്, അതായത് ഈ സുഹാസിന്റെ കഥാപാത്രം ചോദിക്കുന്നുണ്ട്, കാരണം ഈ കേസ് വിസ്തരിക്കുന്നതിൻ്റെ ഇടയിൽ രണ്ടുപേരും റേപ്പ് ചെയ്തു. അപ്പൊ ഈ വക്കീൽ ചോദിക്കും, നിങ്ങളുടെ ഇഷ്ടമുള്ളപ്പോഴൊക്കെ വരാം, നിങ്ങൾ വാതിൽ കുറ്റിയിട്ടിട്ടുണ്ടായില്ലേ, അപ്പൊ നിങ്ങളുടെ വാതിൽ കുറ്റിയിടാത്തതുകൊണ്ട് ആർക്ക് വേണേലും കയറി വരാമോ? ആരാ വന്നത്? രണ്ടുപേരിൽ ആരായിരുന്നു ആദ്യം ചെയ്തത്, എവിടെയാണ് ചെയ്തത്? ഇങ്ങനെ ഹറാസ് ചെയ്യുന്ന ചോദ്യങ്ങൾ ഈ കോർട്ട് റൂമിൽ നടന്നു പോകുമ്പോൾ ഈ സുഹാസിനിയുടെ കഥാപാത്രം ചോദിക്കുന്നുണ്ട്, ഈ കോർട്ടിലാണോ സ്ത്രീക്ക് നീതി കിട്ടുന്നതെന്ന്. നമ്മൾ യഥാർത്ഥ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ ഈ സൂര്യലി കേസിലൊക്കെ ഉണ്ടായിട്ടുള്ള കോർട്ട് റൂമിലെ റിമാർക്സ് നമ്മൾ ഓർത്തുപോകാൻ മതി. അപ്പൊ ഇത്തരം ആ കാലത്തിൽ അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ ശ്രീവിരുദ്ധയെ ഒന്നും ഞാൻ കയ്യിൽ വെക്കുന്നില്ല, പക്ഷെ എന്താ പറയാ, പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, മലയാള സിനിമയിൽ ഒരു വിവാഹം കഴിഞ്ഞ സ്ത്രീയുടെ പുനർവിവാഹം എന്ന് പറയുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് ആ ആദ്യ രാത്രിക്ക് തൊട്ടു മുമ്പായിരിക്കും ഭർത്താവ് മരിക്കുക. കാരണം സംഭവം നടന്നിട്ടില്ല എന്ന് നമ്മൾ അറിയിക്കും. ഇപ്പൊ മാട്രിമോണിയിലൊക്കെ ഡിവോഴ്സ്ഡ് അല്ലെങ്കിൽ വിഡോ എന്ന് പറയുന്നതിനകത്ത് എഴുതും കൂടുതൽ കാലം ജീവിച്ചിട്ടില്ല എന്ന്, ഓൺലി ഫ്യൂ ഡേയ്സ്, അല്ലെങ്കിൽ മാരേജ് നോട്ട് കൺസ്യൂമേറ്റഡ് എന്നൊക്കെ പറയുന്നത്. ഈ കൺസെപ്റ്റാണ് ഈ പറയുന്നത്. ഇതിനെ പൊളിച്ചു കളയുന്നുണ്ട് പലയിടത്തും. വളയത്തിലെ സീത എന്ന് പറയുന്ന പാർവതി തന്നെ ചെയ്ത കഥാപാത്രം റേപ്പ് ചെയ്യപ്പെടുകയാണ് വില്ലനാൽ. അവരെയാണ് സ്വീകരിക്കുന്നത്. എന്നിട്ട് ഈ വില്ലനുമായിട്ടുള്ള സംഘർഷത്തിന് ശേഷം ഈ അതിലെ നായകൻ പറയുന്നത്, നിനക്ക് അവിടെ മനസ്സിൽ ഒന്ന് തൊടാൻ പോലും സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാനും അവളും കൂടി ജീവിക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് അത് അവസാനിക്കുന്നത്. മറ്റൊന്നാണ്, നിങ്ങൾ എത്രമാത്രം ബ്രാഹ്മണ്യത്തിൽ ചേർന്ന് നിൽക്കുന്നുള്ളതിൻ്റെ ഒരളവ് പോലുമായിട്ട് എടുക്കാവുന്ന ഒന്നാണ് മുസ്ലിം കഥാപാത്രങ്ങൾ. ഞാൻ വിചാരിക്കുന്നത് മുസ്ലിം കഥാപാത്രങ്ങളുടെ പോർട്രേലിനെ കുറിച്ച് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് സർവേ നടത്തിയാൽ ഇവിടെ സകലം പെട്ടു. പക്ഷേ അവിടെ ലോഹിതദാസിൻ്റെ തട്ട് ഉയർന്നു നിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഫുൾ ഫിലിമിൽ ഒരു മുസ്ലിം നായകനെ വെച്ച് മുന്നോട്ട് പോകാൻ കഴിയുക എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് വേറെ എത്ര മുസ്ലിം നായകരെ അറിയാൻ പറ്റും? ഈ ആധാരത്തിലെ ബാപ്പുട്ടിയെ പോലെയുള്ള എത്ര മുസ്ലിം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ മൂന്നാം മുറയിലെ മോഹൻലാലിന്റെ കഥാപാത്രം പേരിന് മുസ്ലിമാണ്, ഇമ്രാൻ അലി എന്തോ ആണ് പേര്. അതുപോലെ ഇങ്ങനെ കുറെ കഥാപാത്രങ്ങളുണ്ട്. FIRലെ സുരേഷ് ഗോപിയുടെ കഥാപാത്രം. പക്ഷെ അയാളുടെ സാമൂഹിക നിലകളിൽ നിർത്തിക്കൊണ്ട് അയാൾ എങ്ങനെയാണ് സമൂഹമായിട്ട് പെരുമാറുന്നത്, അയാളുടെ ഇന്ററാക്ഷൻ എങ്ങനെയാണ്, അതിനെ എലാബറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ള ഒരു നല്ല കഥാപാത്രമാണ്, നല്ലൊരു മുസ്ലിം കഥാപാത്രമാണ് ഈ പറയുന്ന, നല്ല പോസിറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാണ് ഈ ആധാരത്തിലെ ബാപ്പൂട്ടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൽ തന്നെയുള്ള മുസ്ലിയാർ കഥാപാത്രം, ഇങ്ങനെ ഒരുപാട് കഥകൾ. ഹബീബ് എന്ന് പറയുന്ന MG സോമൻ ചെയ്യുന്ന മുക്തി എന്ന് പറയുന്ന സിനിമയിലെ ഒരു കഥാപാത്രമുണ്ട്. അതുപോലെ തന്നെ ബാബ എന്ന് പറയുന്ന ബാലങ്കേ നായരുടെ ഈ കഥാപാത്രത്തെ ഭയങ്കരമായിട്ട് പലതരത്തിലും ആൾക്കാർ എഴുതാറുണ്ട്. കാരണം ഇയാള് കാശ് കടം കൊടുത്ത ആളാണ്. ഈ മഹായാനം എന്ന് പറയുന്ന സിനിമയിൽ ചന്ദ്രു എന്ന് പറയുന്ന ലോറി ഡ്രൈവർക്ക് കാശ് കടം കൊടുത്ത ആളാണ് ഈ ബാബ എന്ന് പറയുന്ന ബാലങ്കേ നായരുടെ കഥാപാത്രം. ഇയാൾ കാശ് വഹിക്കാൻ വേണ്ടി ഈ ചന്ദ്രുവിനെ ഓടിച്ചിട്ട് പിടിച്ച് എല്ലാം കഴിഞ്ഞ അവസാനം ഇവന്റെ കാശിലാന്ന് കാണുമ്പോൾ തിരിച്ച് അങ്ങോട്ട് കാശ് കൊടുത്ത് പോവും. അവസാനം പിന്നെ കാണുന്നത് ഇയാളുടെ മകനാണ് വരുന്നത്. അപ്പോൾ ഈ മകൻ വന്നിട്ട് താക്കോല് കൊടുത്തിട്ട് പറയുന്നതാണ്, വാപ്പ മരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞുള്ളൂ, ചന്ദ്രുവിൻ്റെ ലോറി തിരിച്ചു കൊടുക്കണം എന്നേ പറഞ്ഞു. അപ്പം ഇത്രയും പോസിറ്റീവായിട്ടുള്ള കഥാപാത്രങ്ങളെ, മുസ്ലിം കഥാപാത്രങ്ങളെ കൊണ്ടുവരാൻ സാധിക്കുക. ഇത് ഏത് കാലഘട്ടത്തിലാണെന്ന് ആലോചിച്ച് നോക്കണേ. നമുക്ക് ആ കാലത്തുള്ള സകല വില്ലന്മാരും എന്തായാലും SN സ്വാമിയൊക്കെ എഴുതുമ്പോഴത്തേക്കും എന്താ പറയുന്നത്, നമ്മുടെ ധ്രുവത്തിലൊക്കെ വരുമ്പോഴത്തേക്ക് ഹൈദർ മരക്കാർ എന്ന് പറയുന്ന ഒരു മുസ്ലിം ഫിഗറാണ്. ഒരു മുസ്ലിം ഫിഗർ, അയാൾ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു മുസ്ലിം ഫിഗറായിട്ടാണ് അയാളെ കാണിക്കുന്നത്. അതുപോലെ ഹിസൈനസ് അബ്ദുള്ളയില്ല. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞൊരു പ്രശ്നമുണ്ട്, അബ്ദുള്ളയുടെ സാമൂഹിക നിലയൊന്നും അവിടെ ഇല്ല. അത് ഒരു ഉയർന്ന സമ്പന്നമായ ഒരു സാധനമാണ്, എന്നാൽ പോലും പറയുന്നു മാത്രമേ ഉള്ളൂ. അവിടെ ഞാൻ പണ്ടത്തെ നൊട്ടോറിയസ് സീനിലേക്ക് പോവുകയാണ്. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, നിരാഹാരം മഹാത്മാക്കള്, അതായത് നമ്മുടെ രാജ്യം വെട്ടിമുറിക്കുമ്പോൾ മഹാത്മാക്കൾ നിരാഹാരം കിടന്നില്ല. കാരണം ബ്രിട്ടീഷുകാരോടാണെങ്കിൽ നടക്കും, പക്ഷെ ചില ആളുകളോട് നടക്കൂല, അവര് വെട്ടിമുറിച്ചെടുത്തുകൊണ്ട് പോയി എന്നുള്ള അർത്ഥത്തിലാണ്. അത് തന്നെ മംഗലാപുരം തൊട്ട് പാറശാല വരെ, ഇതെന്തിനാണ് ആ സിനിമ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. മംഗലാപുരം തൊട്ട് പാറശാല വരെ ഞാൻ കാറിൽ പോയിട്ടുണ്ട്. അവിടെയൊക്കെ കൊട്ടാര സദൃശമായ മണിമാളികൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്നും ഒരു നമ്പൂരിയുടേതായിരുന്നില്ല. പകരം ഒരു മറ്റൊരാളെ സൃഷ്ടിച്ചെടുക്കാൻ
ടി ദാമോദരൻ കൃത്യമായി ശ്രമിക്കുന്നത് നമുക്കറിയാം. ഇത് വളച്ചിരിച്ചൊന്നും പറയണ്ട, കറക്റ്റാണ്. കള്ളപ്പണവും കുഴൽപ്പണ ഇടപാടും കൊണ്ട് കോടീശ്വരന്മാരായ ന്യൂനപക്ഷ സമുദായക്കാരുടെ ആയിരുന്നു. നമുക്ക് എവിടെയല്ലായിട്ട് ഞാൻ പറയുന്നതാണ്, 90-കൾക്ക് ശേഷം അല്ലെങ്കിൽ കേരളത്തിൽ ഇന്നത്തെ ഒരു അഭിവൃദ്ധിക്ക് പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ കാക്കാമാർ കഷ്ടപ്പെട്ട് ഗൾഫിൽ പോയതുകൊണ്ടാണ്. അതിനെ കണ്ടെയ്നറിൽ കള്ളപ്പണം കൊണ്ടുവന്ന് കോടീശ്വരനൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഈ ടി ദാമോദരനെ പോലെയുള്ള അദ്ദേഹം നല്ല കഥാകൃത്താണ്. നേരത്തെ ഡോക്ടർ പറഞ്ഞവർ ഇവരുടെയൊക്കെ എന്താ ക്രിയേറ്റിവിറ്റിയാണ് നമ്മൾ അംഗീകരിക്കുന്നില്ല, പക്ഷെ ഇവരുടെ ലോകബോധം എന്താണ്. ഈ സമയത്താണ് നേരത്തെ കാണുന്ന ചെറിയ ചെറിയ കഥാപാത്രങ്ങളെ ഈ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ MT ഈ കാര്യത്തിൽ MT മോശമാണോ? MT ഒട്ടും മോശമല്ല. MTയുടെ നിർമ്മാലയത്തിലെ വെളിച്ചപ്പാടിൻ്റെ ഭാര്യയ്ക്ക് വേശ്യാവൃത്തി ചെയ്യാൻ കിട്ടുന്നത് ഒരു മുസ്ലിമാണ്. കാരണം അയാളുടെ കാശുള്ളൂ എന്നാണ് കാണിക്കുന്നത്. പത്മരാജന്റെ അരപ്പട്ടേട്ടിയ ഗ്രാമത്തിലെ അലിഖിത നിയമം എന്ന് പറയുന്ന ആ വേശ്യാലയത്തിൽ വരുന്ന ആദ്യത്തെ പെൺകുട്ടിയെ മൂപ്പന് കാഴ്ച വെക്കണം. മൂപ്പൻ ആരാ? ഒരു മുസ്ലിമാണ്. അരപ്പട്ടിയ കിട്ടിയ ഗ്രാമം എന്ന് വരാൻ തന്നെ കാരണം ഇവരെല്ലാവരും മാപ്പിളവേഷം ധരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കഥകൾ വരുന്ന സമയത്താണ് ഈ സട്ടിലായുള്ള കഥകളെ നമ്മുടെ മുമ്പിലേക്ക് ലോഹി വെക്കുന്നത് എന്ന് ഞാൻ പറയുന്നു. പിന്നെ ലോഹിയെ കുറിച്ചുള്ള ഒരു വിമർശനമാണ് ലോഹിയുടെ സിനിമകളൊക്കെ തന്നെ സങ്കടപര്യാവസാനികളാണ് എന്നുള്ളത്. ഏതാണ്ട് ശരിയാണ്. പക്ഷെ ഞാൻ അതിനെ കാണുന്നത് ഈ സംഘർഷത്തിൽപ്പെടുന്ന മനുഷ്യരുടെ ജീവിതം നമ്മൾ എടുത്തു നോക്കിയാൽ അത് അവസാനിക്കുന്നത് ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അവര് എല്ലായിടത്തും വിജയിച്ചു എന്ന് വരില്ല, അവര് ചിലയിടത്ത് തോറ്റുപോകും. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിനോട് എതിരുന്ന സേതുമാധവനും രാജീവ് മേനോനും അല്ലെങ്കിൽ പറയുന്ന എന്താണ് ബാപ്പുട്ടിയും ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്ത് സംഭവിക്കും, അവർ ഹാപ്പി എൻഡിങ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഹാപ്പി എൻഡിങ്ങിലേക്ക് അവരെത്തിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ നമുക്ക് തോന്നും ശരിയാണ്, അതായിരുന്നു ഒരു നീതി എന്ന് നമുക്ക് തോന്നും. രാജീവ് മേനോൻ എന്ന് പറയുന്ന എന്താണ് ദശരഥത്തിലെ കഥാപാത്രം ഈ കുട്ടിയെ കയ്യിൽ കിട്ടുമ്പോഴും അവരെ തിരിച്ചേൽപ്പിക്കുകയാണ്. ഇത് തന്നെ ചന്ദ്രദാസ് ചെയ്യുന്നുണ്ട്. ഈ ദശരഥവും പാഥേയവും ഒന്നിനു പുറകെ സീക്വൽ പോലെ ചെയ്ത പടങ്ങളാണെന്നാണ് പറയുന്നത്. അതായത് കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ പണക്കാരനായ ഈ മനുഷ്യൻ വീണ്ടും ക്ലെയിമായിട്ട് വന്നാൽ എന്തു പറ്റും എന്നുള്ളതാണ് പാഥേയം എന്നാണ് പറയുന്നത് പൊതുവെ. പക്ഷേ ഞാൻ പറയുന്നത് ഈ കഥാപാത്രങ്ങളിലൊക്കെ ഈ ദശരഥത്തിൻ്റെ പാഥേയത്തിൻ്റെയും ഒരു തീം ഒന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒരു കുട്ടി, അതിൻ്റെ ഒരു ബയോളജിക്കൽ ഫാദർ, അതിൻ്റെ ഒരു എന്താ പറയുക എടുത്തു വളർത്തുന്ന ഒരു എലോപ്ഡ് ഫാദർ. ഇതിൽ ആരാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള ഒരു ചോദ്യമാണ് രണ്ട് ചോദ്യത്തിൽ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദശരഥത്തിന്റെ ബാക്കിയാണ് പാഥേയം എന്ന് പലരും പറയാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ലോഹിതദാസ് ഉറപ്പിച്ച് പറയുകയാണ് അവിടെ ഈ ബയോളജിക്കൽ ഫാദറിന് ഇതൊരു നോർമൽ തോട്ടല്ല. ബയോളജിക്കൽ ഫാദറിനാണ് നമ്മൾ സാധാരണഗതിയിൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുണ്ടാകുന്ന കുട്ടികൾക്ക് പോലും ഫസ്റ്റ് ഗാർഡിയൻ എന്ന് പറയുന്നത് അച്ഛനായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അവിടെ പോലും ബയോളജിക്കൽ ഫാദറിനെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ട് എലോപ്ഡ് ആയിട്ടുള്ള ഒരു ഫാദറിന്റെ അടുത്തേക്ക് ഈ കുട്ടിയെ മാറ്റുന്നു എന്ന് പറയുന്ന ഒരു ചിന്ത എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്തിക്കുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു മാറ്റമുള്ള ഒരു ചിന്തയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല തുടങ്ങുന്ന അവസ്ഥയിലായിരിക്കില്ല പലപ്പോഴും ലോഹിയുടെ കഥാപാത്രങ്ങൾ അവസാനിക്കുന്നത്. അത് പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കും. തുടങ്ങുന്ന അവസ്ഥയിലല്ല തനിയാവർത്തനത്തിലെ ബാലമാഷും എത്തിപ്പെടുന്നത്. സേതുമാധവന്റെ കാര്യത്തിലും അത് തന്നെ, വാറുണ്ണിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ കഥാപാത്രങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് അവരിൽ മാറ്റം വരുന്നുണ്ട് എന്ന് കൃത്യമായി എഴുതി വെക്കുന്നുണ്ട് ലോഹിതദാസ്. ആ മാറ്റങ്ങളെയും കൂടി ഉൾക്കൊണ്ടിട്ടാണ് ആ സിനിമ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ഇപ്പോൾ നമ്മൾ സംഘം പോലെയുള്ള സിനിമകൾ നോക്കി കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ കഥാപാത്രം ഒറ്റ പറയണം, അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല. അയാളെ തുടക്കത്തിൽ എന്താണ് പോയിന്റ് അത് തന്നെയാണ് അവസാനം. ഇങ്ങനെ പല സിനിമകളും ഉണ്ട്. പക്ഷെ ഈ രാജീവ് മേനോനിലുണ്ടാകുന്ന മാറ്റം, അത് ദശരഥത്തിലെ രാജീവ് മേനോനിലുണ്ടാകുന്ന മാറ്റം, ഈ മാറ്റങ്ങളൊക്കെ തന്നെ അവരാ സാമൂഹികമായി ഏർപ്പെടുന്ന സംഘർഷത്തിന്റെ ഭാഗമായിട്ട് അവരെ കൂടി മാറ്റി തീർക്കുന്നുണ്ട്. ഇതാണല്ലോ സാധാരണ മനുഷ്യന്മാരെന്ന് പറയുന്നത്. ഞാൻ 10 കൊല്ലം മുമ്പുള്ള ഞാനല്ല ഇന്ന് ഞാൻ നിൽക്കുന്ന നമ്മളെല്ലാവരും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വ്യത്യാസം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. മറ്റൊന്ന്, ഒരു സാമൂഹിക ബന്ധത്തെയും സ്റ്റീരിയോ ടൈപ്പ് ചെയ്യാൻ ഞാൻ ഒറ്റ ഉദാഹരണം മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്താണ്, ഒരു ബന്ധം എടുക്കുകയാണെങ്കിൽ ആ ബന്ധത്തിനെ സ്റ്റീരിയോ ടൈപ്പ് ചെയ്യാൻ പലപ്പോഴും ശ്രമിക്കാറില്ല എന്നുള്ളതാണ്. അത് ഞാൻ 3 സന്ദർഭങ്ങളിലൂടെ പറയാൻ ശ്രമിക്കാം. ഇത് കറക്റ്റായിട്ട്
വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാം. അതായത് അമ്മയും മകനും തമ്മിലുള്ള ബന്ധം 3 തരത്തിൽ ലോഹി പറയാൻ ശ്രമിക്കുന്നുണ്ട്. അത് ദശകത്തിൽ വരുമ്പോൾ ആനി, അതായത് ഈ സറോഗേറ്റീവ് മദറും അദ്ദേഹത്തിന് ഈ മോഹൻലാലിന്റെ രാജീവ് മേനോനും തമ്മിലുള്ള ബന്ധം, ഈ കുട്ടിയും തമ്മിലുള്ള ബന്ധം. അപ്പൊ ഈ സറോഗേറ്റീവ് മദറും കുട്ടിയും ആണെങ്കിൽ പോലും ഈ മോഹൻലാലിന്റെ കഥാപാത്രത്തെ കൊണ്ട് പറയിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നിങ്ങൾ, അതായത് ഈ ആനിയുടെ ഭർത്താവ് മുരളിയുടെ അടുത്ത് പറയിക്കുന്നത്, നിങ്ങൾ ഒരിക്കലും ഈ ആനിയെ ഒരു മത്സരത്തിലിടരുത്, ഈ മത്സരത്തിലിടരുത്. നിങ്ങൾ അല്ലെങ്കിൽ കുട്ടി എന്ന് തിരഞ്ഞെടുക്കേണ്ടി വന്നാൽ ഒരുപക്ഷെ നിങ്ങൾ തോറ്റുപോയേക്കും എന്നവര് കൃത്യമായിട്ട് ഇത് മുരളിയോട് പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ കന്മദം എന്ന് പറയുന്ന സിനിമയിലേക്ക് വരുമ്പോൾ ഒന്നാം ഭർത്താവിന്റെ മകനാണ്, കെ പി ശ്രീധരൻ ഒന്നാം ഭർത്താവിന്റെ മകനാണ് നായകനായിട്ടുള്ള മോഹൻലാൽ. മോഹൻലാല് വെട്ടിയിട്ടാണ് രണ്ടാമത്തെ ഭർത്താവ് കിടപ്പിലായി പോകുന്നത്. അപ്പോൾ മോഹൻലാലിനെ കാണുന്ന വാർത്തയിൽ ഈ അമ്മയുടെ സ്നേഹമെല്ലാം വരുന്നുണ്ടെങ്കിൽ പോലും അകത്തുനിന്ന് ഭർത്താവ് വിളിക്കുമ്പോൾ ഇവൻ ചെയ്തേക്കണ ആ ഒരു കുറ്റം കണ്ടിട്ട് ഇവന്റെ കയ്യിൽ നിന്ന് കൈ പെട്ടെന്ന് വലിക്കുന്നുണ്ട്. അതായത് എല്ലായിടത്തും ഒരുപോലെ എല്ലാ ബന്ധം പ്രവർത്തിക്കുന്നത്. അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ശരിയാണ്. എങ്ങനെയാണ് ഇപ്പൊ നമ്മള് അമ്മ, പെറ്റമ്മ, നോവ്, ആന, ചേന എന്ന് പറയുമ്പോൾ പ്രസവിച്ച കുഞ്ഞിനെ ഈ കൊച്ചിയുടെ വേറൊരു ഫ്ലാറ്റിന് മുകളിലേക്ക് താഴെ ഇറങ്ങി കൊന്നിട്ടുണ്ട്. അപ്പൊ ഇത് ബന്ധങ്ങളെ സ്റ്റീരിയോ ടൈപ്പ് ചെയ്യാന്നുള്ള, അമ്മ, മാതൃത്വം അങ്ങനെ ഒതുക്കി നിർത്താൻ ശ്രമിക്കാത്ത ഒരാളാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കവരവറിലെ ആന്റണി, ഇങ്ങനെ ഒരുപാട് എന്താ പറയാ, കാലത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് ആ കാലത്തിൽ നിന്നുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള കാലത്തിലേക്ക് ഒന്ന് എത്തി നോക്കുകയെങ്കിലും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ലോഹിദാസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഒരു ഉട്ടോപ്യൻ ആയിട്ടുള്ള അല്ലെങ്കിൽ നടക്കാത്ത ഒരു ആശയവാദം അല്ലെങ്കിൽ ഉട്ടോപ്യൻ ആയിട്ടുള്ള ഒരു രാജ്യത്തെ കുറിച്ച് ഒരു സന്ദർഭത്തെ കുറിച്ച് ആയിരുന്നില്ല. നല്ല ബോധ്യത്തോടു കൂടി തന്നെയാണ് നോക്കിയതെന്നുള്ളതിന്റെ ഒരു എവിഡൻസ് ആയിട്ട് ഞാൻ ഈ ആധാരത്തിലെ ഏറ്റവും അവസാനത്തെ സ്ലൈഡാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആധാരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവസാനത്തെ സീനാണ് കാണുന്നത്. അതില് ഈ മുരളി, മേത്തനായിട്ടുള്ള മുരളി ഗീത ചെയ്യുന്ന സവർണ കഥാപാത്രത്തെ വിളിച്ചിറക്കിക്കൊണ്ടു പോകുന്ന സീനിലാണ് ആ പടം അവസാനിക്കുന്നത്. അവിടെ എഴുതി വച്ചിരിക്കുന്നത് സത്യസന്ധമായ ഒരു കഥയുടെ അവാസ്തവികമായ പരിണാമം എന്നാണ്. അതായത് ഈ പരിണാമം സത്യമല്ല എന്ന് ഈ മനുഷ്യൻ അറിയാം, പക്ഷെ അയാൾ ആഗ്രഹിക്കുന്നത് അതാണ്. അയാൾ ആഗ്രഹിക്കുന്നത് ഒരു മേത്തന് ഒരു സവർണ സ്ത്രീയെ വിവാഹം കഴിക്കാൻ പറ്റുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയെ കുറിച്ചാണ്. പക്ഷെ അതല്ല ഇവിടെ നടക്കുക, ഇന്നും നടക്കുകയില്ല എന്ന് ഒരു പക്ഷെ അയാൾക്കറിയാം. പിന്നെ ഈ സ്റ്റീരിയോ ടൈപ്പുകളുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോകുന്ന ഒരു കഥാപാത്രമുണ്ട്. ഈ മുരളിയുടെ കഥാപാത്രത്തിന്റെ അയാളൊരു മുസ്ലിമാണ്, ബാബുട്ടി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇയാൾ രാത്രി വീട്ടിൽ കയറി വരുമ്പോ സുകുമാരിയുടെ കഥാപാത്രം പറയുമ്പോൾ ആ കയറിയിരിക്കും. അപ്പൊ അയാൾ പറയും വേണ്ട എനിക്ക് പോണം എന്ന് പറഞ്ഞിട്ട് ഇയാൾ പോവും. അപ്പൊ സുകുമാരി അവിടെ നിന്ന് പറയുമ്പോ അയാൾ മേത്തനാണെങ്കിലും മര്യാദയുണ്ട് എന്ന് അപ്പൊ മേത്തന്മാർക്കൊന്നും മര്യാദയില്ല എന്നുള്ള ആ സ്റ്റീരിയോ ടൈപ്പിനെയാണ് അവിടെ ബ്രേക്ക് ചെയ്യാണ് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ ഇങ്ങനെയുള്ള സട്ടിലായിട്ടുള്ള കുറെ കാര്യങ്ങൾ തന്റെ സിനിമകളിൽ എന്നും വന്നിട്ടുണ്ട്. അങ്ങനെ വളരെ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ നല്ലൊരു സമൂഹത്തെ വിഭാവനം ചെയ്യാൻ കഴിയുന്ന, വിഷ്വലൈസ് ചെയ്യാൻ കഴിയുന്ന ഒരാളായിരുന്നു ലോഹി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നേരത്തെ ഒരു ചോദ്യത്തിൽ നിന്നുമാണ് നമ്മൾ തുടങ്ങിയത്. ആ ചോദ്യത്തിലേക്ക് വരികയാണ്, ലോഹി വേണ്ട വിധം അംഗീകരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത്. അത് നമ്മൾ റിയൽ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ലോഹിതദാസിന്റെ വീടിന്റെ തൊട്ട് മുമ്പിലായിട്ട് ആലുവ മണപ്പുറത്ത് ഒരു സ്മൃതി മണ്ഡപം ഉണ്ടായിരുന്നു. ആ സ്മൃതി മണ്ഡപം ലോഹിദാസിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാനാണ് അന്നത്തെ നഗരസഭ തീരുമാനിച്ചത്. അവരതിനെ ഔദ്യോഗികമായിട്ട് പേരിടാൻ, ലോഹിദാസിന്റെ പേരിടാൻ തീരുമാനിക്കുകയും എന്നാൽ ആ ചടങ്ങ് നടക്കാതെ വരികയും ചെയ്തു. കാരണം ആ ചടങ്ങിന് പങ്കെടുക്കാമെന്ന് പറഞ്ഞത് ലോഹിദാസ് ആയിരുന്നു. ആദ്യത്തെ ഒരു പ്രാവശ്യം അന്ന് ആലുവ നഗരസഭ ഭരിച്ചിരുന്നത് LDF ആയിരുന്നു. അപ്പൊ അവര് ലോഹിദാസിന്റെ പേരിടാൻ തീരുമാനിച്ചു. ലോഹിദാസ് വരാമെന്ന് ഏറ്റു. ആദ്യത്തെ പ്രാവശ്യം ചടങ്ങ് വെച്ചു, അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. രണ്ടാമത്തെ പ്രാവശ്യം ചടങ്ങ് വെച്ചു, അപ്പോഴും വരാൻ പറ്റിയില്ല. മൂന്നാമത്തെ പ്രാവശ്യം വെച്ചതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും പിന്നീട് അതിനെ ലോഹിതദാസ് സ്മൃതി മണ്ഡപം എന്ന് തന്നെ, ഞാൻ പോലും ഇതിന്റെ എന്റെ കൈവശമില്ലെങ്കിൽ പോലും ഞാൻ പോലും വായിച്ചിട്ടുണ്ട് ലോഹിതദാസ് സ്മൃതി മണ്ഡപത്തിലെ ഒരു പരിപാടിയുടെ നോട്ടീസിൽ കൃത്യമായി ലോഹിതദാസ് സ്മൃതി മണ്ഡപം എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ
അടുത്ത പ്രാവശ്യം LDF മാറി അവിടെ UDF വന്നു. ഇത് പാർട്ടിയെ കുറിച്ച് പറയുന്നതല്ല, നേരത്തെ പറഞ്ഞ പോലെ ഏത് പാർട്ടിയാണേലും ഇതൊക്കെ നടക്കും. ആ സ്മൃതി മണ്ഡപത്തിന്റെ പേര് ഔദ്യോഗികമായിട്ട് വയലാർ രാമവർമ്മയുടെ പേരിലോട്ട് അവർ മാറ്റിക്കൊടുത്തു. സിമ്പിൾ. നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഇത് നടപ്പിലാക്കാൻ പ്രത്യേകിച്ച് ഒരു ഇതിന്റെ ആവശ്യമില്ല. പിന്നെ എന്താ സംഭവിക്കുന്നത്? പിന്നെ അത് വിഷയമാവുന്ന കണ്ടപ്പോൾ അതിനെ തിരിഞ്ഞു നോക്കാതായി, അതോടുകൂടി അത് കാട് പിടിച്ച് ഏതാണ്ട് നശിച്ച അവസ്ഥയിലായി. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഇന്നും അദ്ദേഹത്തെ അംഗീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വാക്കോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. കലയിൽ സഹൃദയത്വം ഉണ്ടെങ്കിലേ മനുഷ്യത്വം ഉണ്ടാവുള്ളൂ. അപ്പോൾ തീവ്രമായ മനുഷ്യത്വം ഉണ്ടാവുമ്പോൾ ഒരു കലാകാരനാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കല എന്ന് പറയുന്നത് കേവലമായ ഒരു എന്റർടൈൻമെന്റ് അങ്ങനെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുപരി ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സംഗതി കൂടി അതിനകത്ത്, സഹൃദയത്വം എന്ന് പറയുന്ന ഒരു സംഗതി കൂടി അതിനകത്ത് വരേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.